السلام عليكم ورحمة الله تعالى وبركاته. وعليكم السلام ورحمة الله وبركاته. السلام ورحمة الله تعالى وبركاته. മാഷാല്ലാ സന്തോഷം. അൽഹംദുലില്ലാ വളരെയധികം സന്തോഷമുണ്ട്. സ്പീക്കോൺ അക്കാഡമിയുടെ കീഴില് നമുക്ക് ഈ ഒരു റമദാനില് 10 ദിവസത്തെ വിരുന്നൊരുക്കിയിരിക്കുകയാണ് അല്ലേ? പാണക്കാട്ട് ബീവിമാരുടെ കൂടെയൊക്കെ നമ്മള് 10 ദിവസം. അപ്പൊ അവരുടെ കൂടെ ഒരു സ്റ്റേജ് പങ്കിടാൻ കിട്ടിയ ഒരു അവസരം അൽഹംദുലില്ലാ പടച്ചോനെ സ്തുതിക്കുകയാണ്. അപ്പോ നമുക്കറിയാം റമദാൻ 19 ഇന്ന് അല്ലേ? അതുപോലെ നമ്മുടെ പ്രോഗ്രാമിന്റെ 5-ാമത്തെ ദിവസമാണ്. കേറിയിട്ടുണ്ട് ബാക്കിയുള്ളവരോട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഒരു കൂടെ നമ്മുടെ കൂടെ കൂടുമെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ പോസ്റ്ററിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നന്നായി എന്നുള്ളതാണ്. എന്തായിരിക്കും ആ ഒരു ടോപ്പിക് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ കഴിയോ? നന്നായി തുടങ്ങാം എന്നുള്ളത്. നന്നായി തുടങ്ങാം എന്നതുകൊണ്ട് എന്താവാം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടാകുക? ആർക്കെങ്കിലും പറയാൻ കഴിയോ? അതിനു മുമ്പ് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. എനിക്ക് ആകെ 1-2 പേരെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. പറ്റുന്ന ആളുകളൊക്കെ മൈക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ മാഷാല്ലാ സന്തോഷം. ബാക്കിയുള്ളവരെല്ലാരും കൂടെ മൈക്ക് ഓൺ ചെയ്താൽ പിന്നെ മാഡത്തിന്റെ കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മൈക്ക് ഓൺ ചെയ്യണ്ട. ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ ഇട്ടാൽ മതി. ജസ്റ്റ് ഒന്ന് മാറ്റം പുതിയ മാറ്റം തുടങ്ങാം എന്നുള്ളതൊക്കെയാണ്. ഓക്കെ. ഞാൻ 2 ചോദ്യത്തോടു കൂടി നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഒന്ന് കഴിഞ്ഞ ദിവസം ബേബി ചോദിച്ചപ്പോൾ മനസ്സിലാക്കി ഒരുപാട് ജില്ലകളിൽ നിന്നുള്ള ആളുകളുണ്ട്. വയനാട്ടിൽ നിന്നുള്ളവരുണ്ട്, മലപ്പുറം, കോഴിക്കോടുകാരൊക്കെ ഇതിലുണ്ട്. ഇന്നിപ്പം നിങ്ങളുടെ ജസ്റ്റ് ഒരു ഏജ് ഗ്രൂപ്പ് ഏത് പ്രായക്കാരാണെന്നുള്ള ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മൊഡ്യൂളിൽ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എടുത്തു പോകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. ഏതൊക്കെ ഏജ് ഗ്രൂപ്പുകാരാണ് ഇതിലുള്ളത്? ചെറിയ കുട്ടികളുണ്ട്, 17-20 വയസ്സുകാരുണ്ട്, പിന്നെ 17, ഓക്കെ, 46, 34, 34. മാഷാഅല്ലാ സന്തോഷം. എല്ലാ ഏജ് ഗ്രൂപ്പ് ഏകദേശം ചെറിയവര് മുതൽ വലിയവർ ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും തന്നെ ആക്സസ് ചെയ്യാൻ പാകത്തിനുള്ള ആ ഒരു വിഷയവും അവതരണവുമാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഈ ഒരുമിച്ച് കൂടല് നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടാനുള്ള ഒരു സബബായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ എന്റെ ഒരു ചോദ്യം, ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ വോയിസ് ആയിട്ടോ പറയാം. എന്റെ ഒരു ഉത്തരം ഞാൻ അവസാനത്തിൽ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാം. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണ്? നമുക്ക് നമ്മുടെ സുഹൃത്തിന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്, നിങ്ങൾ മനസ്സിലാക്കുന്ന ഗിഫ്റ്റ് എന്താണ്? സുഹൃത്തിന്റെ വേണ്ടി ദുആ ചെയ്യും. സുഹൃത്തിന്റെ അഭാവത്തിൽ സുഹൃത്തിനോട് ദുആ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ദുആ, മാഷാഅല്ലാ, സാജിദ അവർക്കുള്ള ദുആ. ഓക്കെ, കുറച്ചുകൂടി നമ്മൾ സന്തോഷം കൊടുക്കുന്നത് മനസ്സിലായില്ല. നമ്മൾ സന്തോഷിപ്പിക്കുന്നത്. അവരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് അവരുടെ കൂടെ സാന്ത്വനമായിട്ട് അവരുടെ കൂടെ ചെല്ലാന്നുള്ളത്. പിന്നെ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോ അവരെ സഹായിക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ട് അത് ആർക്കും വരാലോ അല്ലെ? സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന തരത്തിൽ നമ്മൾ സഹായിക്കുക. നല്ല ഉപദേശങ്ങൾ നൽകുക മക്കൾക്ക്. അവർക്ക് ഉപദേശം. പിന്നെ ഇത്രയൊക്കെയാണോ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നുള്ളത്? അവരെ നമ്മൾ കൂട്ടിപ്പിടിക്കുക, അവരെ ബുദ്ധിമുട്ടും പ്രയാസവും മനസ്സിലാക്കി അവർക്ക് നല്ല സ്നേഹം കൊടുക്കുക, എന്നിട്ട് അവരെ ടെൻഷൻ ഒഴിവാക്കി കൊടുക്കുക. മാഷാഅല്ലാ മാഷാഅല്ലാ. അവരെ നമ്മൾ ചേർത്ത് നിർത്തുക. അവരുടെ വിഷമത്തിൽ നമുക്കാവുന്ന തരത്തിൽ നമ്മൾ ആ വിഷമം ലഘൂകരിച്ച് കൊടുക്കുക. ഇതൊക്കെ പിന്നെ മുന്നേ പറഞ്ഞ അവരെ വിഷമിപ്പിക്കാതിരിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ സുഹൃത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ എന്തിനും കൂടെ നിൽക്കുക എന്നുള്ളത്. ഓക്കെ, അതാ പോസിറ്റീവ് ഹൈറായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഏത് കാര്യത്തിനും കൂടെ നിൽക്കുക. ഒരുപാട് ഉത്തരങ്ങളുണ്ട് അല്ലേ? പുഞ്ചിരി സ്വതക്കെയാണ് സുഹൃത്തിന്റെ മുഖത്ത് നോക്കി ഒരു പുഞ്ചിരി നൽകുക. മാഷാഅല്ലാ.
ഓക്കെ, ഒരുപാട് ആൻസർ ഉണ്ട്. അറിവ് പകരുക. ഓക്കെ, ഇതിങ്ങനെ നീണ്ടു പോകും തോന്നുന്നുണ്ട് അല്ലേ? അപ്പോ നമുക്ക് അവസാനത്തില് ഇതൊരു നിങ്ങളിലേക്കൊരു സസ്പെൻസ് ഇട്ട് തരികയാണ്. നമുക്ക് അവസാനത്തിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് നമ്മുടെ സുഹൃത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്താണ് എന്നുള്ളത്. ഒരു പക്ഷെ നിങ്ങളിപ്പോ പറഞ്ഞ ആൻസറിൽ നമുക്ക് സുഹൃത്തിനെ ചേർത്ത് നിർത്താം. അതിനേക്കാൾ വലുതായിരിക്കും സാമ്പത്തികമായി സഹായിക്കുക. അല്ലെങ്കിൽ അതിനേക്കാൾ വലുത് അവനൊരു പുഞ്ചിരിയായിരിക്കും. പണക്കുണ്ട്, മനസ്സിനൊരു സമാധാനം ഇല്ലായ്മയാണ് ഉള്ളത്. അപ്പൊ നമ്മളൊന്ന് ചേർത്ത് നിർത്താം. അപ്പൊ ഒന്നിനു മേലെ മെച്ചപ്പെട്ട് നിൽക്കുന്നതാണ്. ഓക്കെ, അപ്പം ഏറ്റവും നല്ല ഒരു ഗിഫ്റ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് അവസാനത്തിൽ പറഞ്ഞു വെക്കാം. അപ്പൊ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. അപ്പൊ നമുക്കറിയാം, നമ്മൾ ടോപ്പിക് പറഞ്ഞു വെച്ചതുപോലെ തുടക്കം നന്നാക്കാം അല്ലെങ്കിൽ നന്നായി തുടങ്ങാം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ ചോദിച്ച സമയത്ത് 1-2 പേര് മെസ്സേജ് അയച്ചിരുന്നു. നമുക്ക് ഒന്നുകൂടി പുതുതായി തുടങ്ങാം എന്നുള്ള രീതിയിൽ. നന്നായി തുടങ്ങാം എന്നതുകൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതം ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കുറെ ദിവസങ്ങൾ കൂട്ടിച്ചേർത്തതാണ് ഒരു മാസം. ആ മാസങ്ങൾ കൂട്ടിച്ചേർത്തതാണ് വർഷം. ആ വർഷങ്ങൾ കൂട്ടിച്ചേർത്തതാണ് ഒരു ആയുസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ആ ഒരു ആയുസ്സില് വർഷങ്ങളിൽ മാസങ്ങളായും ദിവസങ്ങളായുള്ള നമ്മുടെ ആയുസ്സില് നമ്മൾ ഒരു ദിവസം എങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസം എത്ര മനോഹരമാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. റമളാനാണ്, നമ്മൾ ഇതുവരെയുള്ള റുട്ടീനൊക്കെ മാറി, നമ്മൾ ദിനചര്യകൾ ഇതുവരെ ചെയ്തു പോന്നിരുന്ന ദിനചര്യകളൊക്കെ മാറി ഒരു പ്രത്യേക തരത്തില് നമ്മൾ റുട്ടീൻസും കാര്യങ്ങളും നമ്മൾ കൊണ്ടുപോകുന്നത് ഇല്ലേ? അപ്പം നമ്മുടെ ഒരു ദിവസത്തെ രാവിലെ ആ ഒരു ദിവസത്തെ തുടക്കം നന്നാക്കിയാൽ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുകയാണ്, അല്ലെങ്കിൽ ജീവിതം തന്നെ നന്നാകുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങള് നമുക്കിവിടെ ചർച്ച ചെയ്യാം. അത് നമുക്ക് നൽകുമാറാകട്ടെ. ഞാൻ മനസ്സിലാക്കുകയാണ് ഇന്നിവിടെ കൂടി ചേർന്നിട്ടുള്ള എല്ലാ ആളുകളും ഒരു പക്ഷേ 100ഓളം ആളുകൾ, കറക്റ്റ് 100 പേരുണ്ട്. ഈ 100ഓളം ആളുകള് എല്ലാവരും തന്നെ സുബ്ഹിക്ക് എണീക്കുന്നവരും സുബ്ഹിക്ക് ശേഷം അഥവാ സുബ്ഹിക്ക് തൊട്ടു പിറകെ ഉറങ്ങാത്തവരുമാണ് മനസ്സിലാക്കാണ്. ആണോ? അങ്ങനെയുള്ള ആളുകളായിരിക്കൂലോ ഒരു ഇൽമിന്റെ സദസ്സ് ആഗ്രഹിക്കുകയും അതിലേക്ക് വരികയൊക്കെ ചെയ്തിട്ടുണ്ടാകുക. സുബ്ഹിക്ക് എണീക്കുന്നവരും സുബ്ഹിന്റെ ശേഷമുള്ള സമയങ്ങളിൽ ഖുർആനായിട്ടോ അല്ലെങ്കിൽ നിസ്കാരമൊക്കെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? അതെ അതെ, ക്ലിയർ ആണ്? ബ്രേക്ക് ആവുന്നുണ്ട്. ഒരു മിനിറ്റ്. ഇപ്പോഴും ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകണേ പറയണേ കേട്ടോ. ഇപ്പൊ ഓക്കെ ആണോ? ശരിയാണ്, മ്യൂട്ട് ഓൺ ആക്കുമ്പോ ബുദ്ധിമുട്ടുള്ളൂ. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം, മ്യൂട്ട് ചെയ്യാം, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാം. കാരണം ചില സൗണ്ടുകൾ വരുന്ന സമയത്ത് കേൾക്കാൻ ബുദ്ധിമുട്ടാവുന്നുണ്ട്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, കുറച്ചുകൂടി സൗണ്ടിൽ പറയാം. നോമ്പൊക്കെ ആയതുകൊണ്ട് ഞാൻ മാക്സിമം സൗണ്ടൊക്കെ കുറച്ച് നല്ല കുട്ടിയായിരിക്കും. മാഷാ അല്ലാ, ഇൻഷാ അല്ലാ നല്ല സൗണ്ടിൽ പറയാൻ ശ്രദ്ധിക്കുക. എന്നപ്പോ നമ്മൾ പറഞ്ഞു വെച്ചത്, രാവിലെ സുബ്ഹിക്ക് എണീക്കുന്നവരും സുബ്ഹിക്ക് തൊട്ട് പിറകെയുള്ള ആ ഒരു സമയങ്ങളിൽ ഉറങ്ങാത്തവരുമായിട്ടുള്ള ആളുകളാണ് ഇതിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഓക്കെ, സൗണ്ട് ഉണ്ട്. ഓക്കെ. അപ്പം സുബ്ഹിന്റെ പ്രാധാന്യം നമുക്കൊക്കെ അറിയാവുന്നതാണ് അല്ലേ? സുബ്ഹിന്റെ സമയത്ത് എണീക്കണം എന്നുള്ളതും അത് സുബ്ഹിക്ക് ശേഷമുള്ള സമയം അതെങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതൊക്കെ നല്ല രീതിയിൽ നമുക്ക് അറിയുന്നവരും ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നവരൊക്കെയാണ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം ഇത്തരം സദസ്സിൽ വന്നിട്ടുണ്ടാകുന്ന ആളുകൾ എന്തായാലും അങ്ങനെയുള്ള ആളുകളായിരിക്കും എന്നുള്ളത്. പത്തായിരം ആയാല് പിന്നെ നമ്മൾ ലോണ് 70,000 ഒക്കെ കിട്ടുന്നുണ്ട്. മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യാം. ഒക്കെ കിട്ടുമല്ലോ, പലിശ ഇല്ലാണ്ട്. പലിശ ഇല്ല, പിന്നെ കുറിയിലാകുമ്പോൾ ഒരു മൂപ്പ് എടുക്കൂല. അത് അതൊന്നുമില്ല. നമ്മള് വെച്ച പിന്നെ എപ്പോഴാണെങ്കിലും ആരോ ഓൺ ആക്കിയിട്ടുണ്ട്. ഹോസ്റ്റ് ചെയ്യുന്ന ആള് ബാക്കി എല്ലാവരുടെയും മ്യൂട്ട് ആക്കിയാൽ നന്നാവും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് സുബ്ഹിക്ക് ശേഷം ഉറങ്ങിയാലുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ സുബ്ഹിക്ക് എഴുന്നേക്കാതിരുന്നാലുള്ള ബുദ്ധിമുട്ടുകളാണ്. നമുക്കറിയാം സുബ്ഹിക്ക് ശേഷം ഉറങ്ങാൻ പാടില്ല, അത് ഭയങ്കര
പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ പലപ്പോഴും നമ്മൾ ഗൗരവം കൊടുക്കാത്ത ഒരു കാര്യമാണ് സുബഹിക്ക് ശേഷം ഉറങ്ങാതിരിക്കാന്നുള്ള ആ ഒരു സംഗതി. സുബഹിക്ക് ശേഷം നമ്മൾ ഉറങ്ങരുത് എന്ന് പറയാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മളിൽ ബർക്കത്ത് നഷ്ടപ്പെടും എന്നുള്ളതാണ്. നമുക്ക് നമ്മള് വീഡിയോ കാണുന്നില്ലല്ലോ. ഓക്കെ അല്ലേ? കാണാലോ? ഓക്കെ. ഓക്കെ. സുബഹിക്ക് ശേഷം നമ്മൾ ഉറങ്ങിയത് നമ്മൾ ബർക്കത്ത് നഷ്ടപ്പെടും. അതുപോലെ നമുക്ക് ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അധികവും ഗൗരവം കൊടുക്കാത്തൊരു സംഗതിയാണ് സുബഹിക്ക് ശേഷം ഉറങ്ങുക എന്നുള്ളത്. ഇപ്പൊ പ്രത്യേകിച്ച് നോമ്പിന്റെ സമയത്ത് നമുക്ക് ഭയങ്കര ഒരു അനുഭൂതി നൽകുന്ന ഒരു ഉറക്ക്, സമാധാനത്തിന്റെ ഒരു ഉറക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ പെട്ടെന്ന് സുബഹിസ്കാരൊക്കെ കഴിച്ച് ഒരു 1-2 പേജ് ഓതി പെട്ടെന്ന് ഉറക്കിലേക്ക് നമ്മൾ പോകാറുണ്ട്. പക്ഷെ അവിടെ മനസ്സിലാക്കുന്ന ഒരു ഗൗരവം എന്ന് പറയുന്നത്, നമുക്കറിയാം സുബഹിക്ക് ശേഷമുള്ള ഉറക്കില് നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ട് ഇബ്ലീസ് ചെവിയിൽ മൂത്രമൊഴിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ഈ ഒരു ഇന്നത്തെ ഒരു കാലഘട്ടത്തില് ഏതൊരു ഇസ്ലാമിക് പ്രിൻസിപ്പിൾസും പറഞ്ഞു വെക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇസ്ലാമികപരമായിട്ട് ഏതൊരു കാര്യം പറഞ്ഞു വെക്കുന്ന സമയത്ത് എല്ലാവരും ഒന്ന് രണ്ടാമതൊരു റീതിങ്കിലേക്ക് പോകും. എന്താ വെച്ചാൽ ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും എന്തുകൊണ്ട് അങ്ങനെ എന്നുള്ള ഓരോ കാര്യത്തിനെയും എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് അപ്പൊ അതെന്തായിരിക്കും അതിന്റെ പിന്നിലുള്ള കാര്യം എന്നുള്ളത് അന്വേഷിക്കുന്നുണ്ടാവാം. ഇബ്ലീസ് ചെവി പറയുന്ന സമയത്ത് ചെവി പ്രാഥമിക ധർമ്മം, ചെവിന്റെ ഒരു പ്രാഥമിക ധർമ്മം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേൾവിയാണ് അല്ലേ? കേൾക്കുക എന്നുള്ളതല്ലേ ചെവിയുടെ ഒരു പ്രാഥമിക ധർമ്മം. അതിൽ കഴിഞ്ഞ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് ചെവി വഹിക്കുന്നത് നമ്മുടെ ശരീരത്തിനെ ബാലൻസ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ അരേന്റെ മുകളിലോട്ട് എടുക്കുകയാണെങ്കിൽ ഒരു 35-40 കിലോ ഒക്കെ, അരക്ക് താഴേക്ക് എടുക്കുകയാണെങ്കിൽ ഒരു 10-15 കിലോ ഒക്കെ. അപ്പൊ ഈ ഒരു ശരീരഭാരം ബാലൻസ് ചെയ്ത് നിർത്തുന്നതിൽ വലിയൊരു പങ്ക് നമ്മുടെ ചെവിക്കുണ്ട്. അപ്പം രാവിലത്തെ അല്ലെങ്കിൽ സുബഹിക്ക് ശേഷമുള്ള ആ ഒരു ഉറക്കിന്റെ സമയത്ത്, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇബ്ലീസ് ചെവിയിൽ മൂത്രമൊഴിക്കുന്ന പറയുന്നതിന്റെ അടിസ്ഥാന കാര്യം ഇതാണ്: നമ്മുടെ ബാലൻസ് നമ്മുടെ കയ്യിൽ ആയിരിക്കില്ല. അന്നത്തെ നമ്മുടെ ആ ഒരു ദിവസത്തെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ കടിഞ്ഞാണ് കയ്യിലുണ്ടാവുക ഇബ്ലീസിന്റെ കയ്യിലാണ്. നമ്മൾ വിചാരിക്കും നന്മകൾ ചെയ്യാൻ ആഗ്രഹിക്കും, ചെയ്യാൻ ഒരുങ്ങും, പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ തിന്മകളിൽ നിന്ന് മാക്സിമം വിട്ടു നിൽക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. മാക്സിമം അതിലേക്ക് നമ്മൾ അറിയുന്നില്ല, നമ്മൾ ജോലി തിരക്കിനിടയിൽ അറിയാതെ ഫോൺ എടുക്കുമ്പോൾ ജസ്റ്റ് ഒരു റിലാക്സേഷന് വേണ്ടി ഒന്ന് യൂട്യൂബ് തുറക്കുന്നേ ഉള്ളൂ, നമ്മൾ അറിയുന്നില്ല സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതും നമ്മുടെ സമയങ്ങൾ ഒരുപാട് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നതും നമ്മൾ അറിയുന്നില്ല. അതുപോലെ ഒന്നുകൂടെ കിടക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ഒന്ന് ബാങ്ക് കേട്ടതിന് ശേഷവും ജസ്റ്റ് കിടക്കുകയാണെങ്കിൽ നമ്മൾ അന്ന് നിയന്ത്രിക്കുന്നത് ഇബ്ലീസാണ്. അപ്പൊ നമ്മൾ അറിയുന്നില്ല ഇബ്ലീസ് നമ്മളെയും കൊണ്ട് നമ്മുടെ കൺട്രോൾ ഇബ്ലീസിന്റെ കയ്യിലായതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നമുക്ക് കാര്യങ്ങളെ എത്തിക്കാനോ ചെയ്യാനോ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു അടിസ്ഥാന കാര്യം. നമ്മൾ കേൾക്കാറുണ്ട്, വയലുകളിലൊക്കെ കേൾക്കും സുബഹിക്ക് ശേഷമുള്ള ഉറക്കത്തിൽ ഇബ്ലീസ് ചെവിയിൽ മൂത്രം. അപ്പൊ ആ ഒരു കാര്യത്തിന്റെ സീരിയസ്നെസ് എത്രത്തോളാന്നുള്ളത് നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് ഇതിന്റെ പ്രധാന കാരണം എന്നുള്ളത്. നമ്മൾ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തിന്മയിൽ വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ കൂടി നമുക്ക് നമ്മളെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ കൺട്രോൾ നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൺട്രോൾ മറ്റൊരാളുടെ കയ്യിലാണെങ്കിൽ അവരുടെ ഇഷ്ടത്തിനോ അവരുടെ ഇച്ഛക്കനുസരിച്ചല്ലേ നമ്മൾ ചെയ്യൂ. അതുപോലെയാണ് ഇവിടെ ഇബ്ലീസിന്റെ കൺട്രോളിലായിരിക്കുന്ന സമയത്ത് നന്മകളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ ഓൾറെഡി ഇബ്ലീസ് സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോവാണ് ചെയ്യാറുള്ളത്. മാത്രല്ല ഈ ഒരു സമയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയാൽ നമ്മൾ ആരും തന്നെ ഇനി മുതൽ ആ ഒരു സുബഹിക്ക് ശേഷമുള്ള ഉറക്ക് നമ്മളത് ആസ്വദിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഉറക്കിലേക്ക് നമ്മൾ പോകൂല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ മലക്കുകളെ 2 തരത്തിലുള്ള മലക്കുകൾ, ഒന്ന് അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് പകൽ സമയങ്ങളിൽ ഭൂമിയിലേക്ക് ഇറങ്ങി ഭൂമിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കുകളും, അതുപോലെ രാത്രി സമയങ്ങളിൽ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളുമാണ്, പ്രവർത്തിക്കുന്ന മലക്കുകളാണ്. അപ്പം ഈ പകൽ സമയത്തേക്ക് വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന മലക്കുകൾ വരുന്ന ആ ഒരു സമയവും, അതേസമയം രാത്രി അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കനുസരിച്ച് ഓരോ കാര്യങ്ങളും ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന മലക്കുകളും, ഇവരുടെ ഒരു കൂട്ടം മലക്കുകളുടെ വരവിന്റെയും ഒരു കൂട്ടം മലക്കുകളുടെ തിരിച്ചുപോക്കിന്റെയും സമയമാണ് ഈ സുബ്ഹി എന്ന് പറയുന്ന സമയം. അല്ലെങ്കിൽ
ആ ഒരു സുബഹിക്ക് ശേഷമുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ ആലോചിച്ച് നോക്കുക, മലക്കുകൾ ഭൂമിയിലേക്ക് വരികയും കുറച്ച് മലക്കുകൾ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോവുകയും ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ കിടന്നുറങ്ങുന്ന ഒരു അവസ്ഥയാണ് ഉള്ളതെങ്കിൽ മലക്കുകൾ അള്ളാഹുവിന്റെ അടുത്ത് ചെന്ന് പറയില്ല, അല്ലെങ്കിൽ അള്ളാഹുവിനോട് സാക്ഷ്യം വഹിക്കില്ലേ, നിന്റെ അടിമ ഇന്ന നിന്റെ അടിമ ഈ ഒരു സമയത്ത് ഉറങ്ങുകയാണ് എന്നുള്ള കാര്യം അള്ളാഹുവിനോട് അവതരിപ്പിക്കുന്ന ആ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അല്ല, നേരെ മറിച്ച് നമ്മൾ ആ ഒരു സമയത്ത് വളരെ നിസ്കാരത്തിനൊക്കെ ശേഷം ഒരു ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്തിലാണ്, ഖുർആൻ പാരായണം ചെയ്യുകയാണ്, അല്ലെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞ ആ ഒരു സമയത്താണെങ്കിൽ ആലോചിച്ച് നോക്കുക, മലക്കുകൾ അവിടെ ചെന്ന് പറയുന്ന കാര്യം അള്ളാഹുവിനോട് സംസാരിക്കുമ്പോൾ അള്ളാഹുവിനോട് അവിടെ സത്യം പറയുകയാണ്, ഇന്നാലിന്ന് നിന്റെ അടിമ നിനക്ക് വേണ്ടി ഇബാദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത്. അള്ളാഹുമായിട്ട് അടുക്കാൻ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അള്ളാഹുമായിട്ടുള്ള ആ ഒരു അടുപ്പം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടമുള്ള ആളുകളാവുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ്. പക്ഷെ അതിനു വേണ്ട പണികൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല പലപ്പോഴും എന്നുള്ളതാണല്ലോ. അപ്പം അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഇന്നിപ്പോ സുബഹി കഴിഞ്ഞു, നാളെ മുതൽ നമുക്ക് ചെയ്യാനുള്ള ഒരു ഏറ്റവും വലിയൊരു വഴി എന്ന് പറയുന്നത് ആ ഒരു സുബഹിക്ക് ശേഷമുള്ള ആ ഒരു സമയം. നമുക്ക് ഉറങ്ങാനായിരിക്കും നമ്മുടെ ടെൻഡൻസി, ഒന്ന് വേഗം ഉറങ്ങണം. കാരണം എന്താ, കുറച്ച് സമയം കഴിഞ്ഞാൽ വീണ്ടും എഴുന്നേറ്റ് പണി തുടങ്ങണം, വീടുപണികൾ ചെയ്യണം, മക്കളുടെ കാര്യങ്ങൾ നോക്കണം, നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. എല്ലാ പണികളും നമ്മൾ സ്ത്രീകളിൽ തന്നെയാണ് അല്ലേ? പക്ഷെ ആ ഒരു സമയം ആ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയാലും, അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയാലും ഈ ഒരു സമയം സുബഹിക്ക് ശേഷമുള്ള ആ ഒരു തൊട്ട് പുറകിലുള്ള ആ ഒരു സമയം നമ്മൾ ഇബാദത്തിലായിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു കാര്യം ആലോചിച്ചാൽ മതി, അള്ളാഹുവിന്റെ അടുത്ത് നമ്മളെ പറ്റി നല്ലത് പറയാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നയാള് ഉറക്കത്തിലാണ്, അല്ലെങ്കിൽ നിന്റെ കൽപ്പനയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ആ ഒരു കാര്യം പറയാനാണോ നമ്മൾ ഇഷ്ടപ്പെടുക എന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹു സുബ്ഹാനഹു തആലയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നുണ്ട്, ഈ ഒരു സുബഹിന്റെ സമയത്ത് എന്റെ സമുദായത്തിന് നീ ബർക്കത്ത് ചെയ്യണമേ എന്നുള്ളത്. നബി ദുആ ചെയ്തൊരു കാര്യം അള്ളാഹു നൽകൂല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, നമുക്ക് പറയാൻ പറ്റും. 100% അള്ളാഹു ഉത്തരം നൽകുന്ന ഒരു ദുആ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ എന്നുള്ളത്. അപ്പൊ നബി ദുആ ചെയ്യുന്നുണ്ട് സുബഹിക്ക് ശേഷമുള്ള ആ ഒരു സമയം, സുബഹിന്റെ സമയം എന്റെ സമുദായത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ എന്നുള്ളത്. അള്ളാഹു ബർക്കത്ത് തരുന്ന ആ ഒരു സമയം നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നതെങ്കിൽ ആലോചിച്ച് വെക്കുക, നമ്മൾ നമ്മളെ പുറം കൈ കൊണ്ട് തട്ടുന്ന രീതിയിലാണ് അള്ളാഹുവിന്റെ ബർക്കത്ത്, അള്ളാഹു നമ്മിലേക്ക് നേടിത്തരുന്ന ബർക്കത്തിനെ നമ്മൾ നമ്മുടെ പുറം കൈ കൊണ്ട് തട്ടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത്. അപ്പൊ മനസ്സിലാക്കുക, സുബഹിന്റെ ആ ഒരു സമയത്ത് എഴുന്നേൽക്കുക എന്നുള്ളതും സുബഹിക്ക് ശേഷമുള്ള ആ ഒരു സമയം ഉറങ്ങാതിരിക്കുക എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംഗതി. അതാണ് നമ്മുടെ തുടക്കം നന്നാക്കാനുള്ള ഏറ്റവും ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്നുള്ളത്. അപ്പൊ ഒരു സുബഹിക്ക് എഴുന്നേൽക്കുക എന്നുള്ളത് ഈ ഒരു റമദാൻ മാസത്തിൽ ഞാൻ പറഞ്ഞു തരേണ്ടതോ അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതോ ആയിട്ടുള്ള ഒരു കാര്യമല്ല. എങ്കിലും ആലോചിച്ച് നോക്കുക, ഈ ഒരു റമദാനിലെ പീരീഡ്സിന്റെ സമയത്തൊക്കെ നമ്മൾ മടി കൊണ്ട് ചിലപ്പോൾ വേദന കൊണ്ട്, വയറുവേദന കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ നമ്മൾ എഴുന്നേൽക്കാതിരിക്കുക, അല്ലാതെ മടി കൊണ്ട് നമ്മൾ എഴുന്നേൽക്കാതിരിക്കുക. എനിക്ക് നോമ്പെടുക്കണ്ടല്ലോ, അപ്പൊ ഞാൻ ഇനി ഈ ഒരു ഭക്ഷണം രാവിലെ കഴിച്ചാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ ആ ഒരു സുബഹിന്റെ സമയം നമ്മൾ ഒഴിവാക്കി വിടാറില്ലേ? നിസ്കരിക്കേണ്ട എങ്കിൽ കൂടി ആ ഒരു സമയം എഴുന്നേൽക്കുക, ആ ഒരു സുബഹിക്ക് ശേഷമുള്ള ആ ഒരു സമയം നമുക്ക് ആവുന്ന ആ ഒരു പീരീഡ്സിന്റെ സമയത്താണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇബാദത്തുകളിൽ നമ്മൾ ഏർപ്പെടുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം തുടക്കം നന്നാക്കാനുള്ള ആദ്യ പടി അതിരാവിലെ സുബഹിക്ക് സമയത്ത്, സുബഹിന്റെ തൊട്ട് മുമ്പ് തഹജ്ജുദിന്റെ കാര്യം ഞാൻ പറയേണ്ടി വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഷബാന ബീവി, സജന ബീവി, അതുപോലെ നാദിയ വഫിയൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇത് വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു നേരത്തെ എഴുന്നേൽക്കുക, സുബഹിക്ക് ശേഷമുള്ള ആ ഒരു സമയം നമ്മൾ ഫലപ്രദമായ രീതിയിൽ ചെലവഴിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നേരത്തെ ആ ഒരു ഉത്തരം ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ സുഹൃത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് ഏതാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. നമുക്ക് കുറച്ചുകൂടി അധികം ഒരു ശ്രദ്ധിക്കാതെ പോകുന്ന വിഷയമാണ് ഇത്. കാര്യം ചെറിയ ചെറിയ കാര്യങ്ങള്, നമ്മൾ ചെറിയ ചെറിയ കാര്യത്തിൽ അശ്രദ്ധ വരുത്തുന്നത് നമ്മുടെ പരാജയത്തിലേക്ക് കാരണമാകാറുണ്ട്. അപ്പം ഈ ചെറിയ ചെറിയ കാര്യത്തിൽ നമ്മൾ അശ്രദ്ധ വരുത്തതിന്റെ കാരണത്തിന്റെ ഗൗരവം മനസ്സിലാവാറില്ല. നമ്മൾ അതിനെ ചെറിയ കാര്യമായിട്ട് കണക്കാക്കുകയെങ്കിലും അതിന്റെ ഗൗരവം എത്രത്തോളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഞങ്ങളോട് ചോദിക്കട്ടെ, നമുക്ക് നമ്മുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, പ്രധാനമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ആ ഒരു ദിവസം ഏതാണെന്ന് ജസ്റ്റ് ഒന്ന്
മെസ്സേജ് ആയിട്ട് അറിയിക്കുകയോ അല്ലെങ്കിൽ 1-2 പേര് വോയിസ് ആയിട്ട് പറയും, ബാക്കിയുള്ളവർ മെസ്സേജ് അയക്കുകയും ചെയ്താൽ സൗകര്യമാവും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കണക്കാക്കുന്ന ആ ഒരു ദിവസം ഏതാണ്? വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച ദിവസങ്ങൾ ആണ് എന്നുള്ളത്. ഏതാ? വെള്ളിയാഴ്ച എന്നല്ലേ പറഞ്ഞത്? ഓക്കെ. അതെ. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ദിവസം, ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കുന്ന ഒരു ദിവസം, എല്ലാ ദിവസവും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. ലൈലത്തുൽ ഖദർ, മാഷാഅല്ലാ. പിന്നെ ഇന്ന്. ഓക്കെ. പിന്നെ വിവാഹ ദിവസം, അത് നമ്മൾ ആരും മറക്കാറില്ല അല്ലേ? ഓക്കെ. മറക്കാറില്ല മീൻസ് നമ്മൾ ഇന്ന് ഓർത്തു വെക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ കുറച്ച് സ്നേഹത്തോടെ കൊണ്ട് നടക്കുന്ന ഒരു ദിവസമാണ്. മരണം നടക്കുന്ന ദിവസം. ഓക്കെ. പെരുന്നാളുകൾ. ഓക്കെ. പെരുന്നാളാണോ പിറന്നാളാണോ? പെരുന്നാളാന്ന് വിചാരിക്കുകയാണ്. ഭൂമിയിലേക്ക് വന്നത് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ ആ ദിവസം. നമ്മൾ പ്രഗ്നന്റ് ആണ്, നമുക്കൊരു കുട്ടി വരാൻ പോകുന്നു എന്നുള്ള ആ ഒരു സന്തോഷം നമ്മളിലേക്ക് അറിഞ്ഞ ആ ഒരു ദിവസം. ഓക്കെ. പിന്നെ ബർത്ത്ഡേ, നമ്മൾ ജനിച്ച ആ ഒരു ദിവസം. പിന്നെ കൂടുതൽ ദിവസം ഇമ്പോർട്ടന്റ് ദിവസങ്ങളായിട്ടാണ് കണക്കാക്കാറുള്ളത് എന്ന് പറയുന്നുണ്ട്. ആദ്യമായിട്ട് ഉമ്മയായ ദിവസം, അതാരും മറക്കൂല അല്ലെ? ഇന്ന് എന്ന് പറയുന്നുണ്ട്. റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്നുണ്ട്. വിവാഹ ദിവസം. മുത്തുനബിന്റെ റൗള കാണുന്ന ദിവസം ഏറ്റവും ജീവിതത്തിൽ റൗള കാണാൻ പറ്റിയ ആ ഭാഗ്യങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലേ? മാഷാഅല്ലാ. എല്ലാവർക്കും നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടി ഓരോരുത്തർക്കും അള്ളാഹു ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ എത്രയും പെട്ടെന്ന്. അതുപോലെ വിവാഹ ദിവസം അങ്ങനെയൊക്കെ. ഓക്കെ. ഓരോ ദിവസങ്ങളും പറയുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ഞാൻ നിങ്ങളെ പറഞ്ഞ ആ ഒരു ദിവസം ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾക്ക് അത് ഇമ്പോർട്ടന്റ് അല്ല അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനം ഇത് എന്നുള്ളതല്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഓരോ ദിവസം എന്റെ ഇന്നത്തെ ദിവസമല്ലേ എനിക്ക് പ്രധാനമായിട്ടുള്ളത്? ഇന്നലെ എനിക്ക് കഴിഞ്ഞു പോയി അല്ലേ? എന്റെ ഇന്നലെ എനിക്ക് കഴിഞ്ഞു പോയി. എന്റെ നാളെ എന്നിലേക്ക് വരുമോ എന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. നാളെ ഞാൻ ഉണ്ടാവോ അല്ലെങ്കിൽ എന്നിലേക്ക് ആ ഒരു നാളെ വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പുമില്ല, സംശയമാണ്. പക്ഷെ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസമാണ് എനിക്ക് ഏറ്റവും നല്ല ദിവസം. ഇന്നത്തെ ദിവസത്തിനെ ഞാൻ എങ്ങനെ മാക്സിമം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു അതിനനുസരിച്ചിരിക്കും എന്റെ ജീവിതം മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം, ഭൂമിയിലുള്ള ജീവിതവും അതുപോലെ ആഹ്റത്തിലുള്ള ജീവിതം, ഇന്നത്തെ ദിവസം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ടോപ്പിക് എടുത്തതും. ഇന്നത്തെ ദിവസത്തിനെ നന്നാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ രാവിലെ നന്നാക്കാം എന്നുള്ളതാണ് അല്ലെ? അപ്പൊ ഇന്നത്തെ രാവിലെ നമുക്ക് ഓരോ രാവിലെകളെയും നമ്മൾ നന്നാക്കുകയാണെങ്കിൽ അതാണ് കുറെ പേർക്ക് ഒരു പരാതിയായിട്ടുള്ള ഒരു സംഗതിയാണ് അല്ലെങ്കിൽ വിഷമമുള്ള ഒരു സംഗതിയാണ്. നമ്മൾ ഓരോ ദിവസവും മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് നന്നാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെങ്കിൽ ആ ഒരു ഉദ്യമത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ വൈകുന്നു എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ ദിവസമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിവസം. ആ ഇന്നത്തെ ദിവസത്തിൽ തന്നെ ഇന്നത്തെ രാവിലെയാണ് നമുക്ക്, അല്ലെങ്കിൽ ഓരോ ദിവസത്തിലെയും രാവിലെ എണീക്കുമ്പോൾ ഏറ്റവും നന്നായിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ ഒരു ദിവസത്തെ രാവിലെ നന്നാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഇവിടെയുള്ള കർത്തവ്യം എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ. അപ്പൊ ഇന്നിനെ നന്നാക്കുക, ഇന്നിന്റെ രാവിലെ നന്നാക്കുക എന്നുള്ളത് നമ്മള് സ്വാലിഹീങ്ങൾ എല്ലാവരും രാവിലെ എഴുന്നേൽക്കുന്നവരും അതുപോലെ സുബഹിക്ക് ശേഷം ഉറങ്ങാത്തവരും എന്നുള്ളത് നമ്മൾ പറഞ്ഞു വെച്ചു. അതുകൊണ്ട് തന്നെ സ്വാലിഹാവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേൽക്കുക, ശേഷമുള്ള സുബഹി സമയം നല്ല രീതിയിൽ ചെലവഴിക്കുക എന്നുള്ളതാണ്. ഇതില് കുറെ പേര് വായിക്കുന്ന ആളുകൾ ഉണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. കാരണം നമ്മൾ ഏജ് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് അധികം നല്ല പ്രായമായിട്ടുള്ള ആളുകളൊന്നും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൊണ്ട് ടൈപ്പ് ചെയ്യാത്തതാണെന്ന് അറിയില്ല. എങ്കിലും ഒരുപാട് 34, 17, 18, 20 ഒരുപാട് കുട്ടികളെയൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് അമ്മമാരെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ വായനശീലമുള്ള ആളുകളും ഉണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. പ്രശസ്തമായിട്ടുള്ള ഒരു എഴുത്തുണ്ട്, ഹാൽ എൽറോഡ് എന്ന് പറയുന്ന ആൾ എഴുതിയിട്ടുള്ള മിറാക്കിൾ മോർണിംഗ് എന്ന് പറയുന്ന ഒരു ബുക്ക്. ആ മിറാക്കിൾ മോർണിംഗില് ഒരു 6 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഇന്നത്തെ കാലത്ത് 60 കഴിഞ്ഞു മാഷാഅല്ലാ. അപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മളൊരു ഇസ്ലാമികമായിട്ടുള്ള ഒരു വയല് കേൾക്കുകയാണെങ്കിൽ
അതില് 2 ചിന്തയാണ് നമുക്ക് ഉണ്ടാകുക. ഒന്ന് അതിനനുസരിച്ച് ഫോളോ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി. ഇങ്ങനെയൊക്കെയാണ് ഉസ്താദുമാര് പറഞ്ഞു തന്നിട്ടുള്ളത്, അപ്പൊ ഇതിനനുസരിച്ച് പോവാന്നുള്ളത്. രണ്ടാമതൊരു ചിന്ത വരാൻ ചാൻസ് ഉള്ളത്, ഇതൊക്കെ പഴയ ഉസ്താദുമാര് കുറെ കാലമായിട്ട് പറയുന്ന സംഗതികളല്ലേ, ഇതിലിപ്പോ സോഷ്യൽ റെലവൻസ് എന്താ ഉള്ളത്, ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ള സംഗതി. ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, നമ്മളൊരു ബുക്ക് വായിക്കാന്ന് വിചാരിക്കുക. ഇതിലൊരു ബുക്ക് വായിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വരാൻ സാധ്യതയുള്ള 2 ചിന്ത എന്ന് പറയുന്നത്, ഒന്ന്, ഈ ബുക്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണല്ലോ, അപ്പൊ ഇതനുസരിച്ച് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാം, സക്സസിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത്. നേരെ മറിച്ച് വരുന്നൊരു സംഗതി, ഇതൊക്കെ നമ്മൾ ഇസ്ലാമിക് പ്രിൻസിപ്പിൾസുമായിട്ട് യോജിച്ചു പോകുന്നതാണോ, നമ്മുടെ ഇസ്ലാമിൽ ഇതിനൊക്കെ പ്രാധാന്യം ഉണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്താൽ അത് ഇസ്ലാമിന് എതിരാവോ, ഈ 2 ചിന്തകൾ നമ്മളിലേക്ക് വരാം. ഒന്ന് വയലിൽ നിൽക്കുന്ന സമയത്ത്, ഒന്ന് അതനുസരിച്ച് ഫോളോ ചെയ്ത് പോകാം, 2 അതൊക്കെ കുറെ കാര്യങ്ങളായിട്ട് പറഞ്ഞു ഇതിൽ എന്തെങ്കിലും ഒരു സാമൂഹിക പ്രസക്തി ഉണ്ടോ, ആ ഒരു തരത്തിൽ ചിന്തിക്കുന്നു. ബുക്ക് വായിക്കുകയാണെങ്കിൽ ഒന്ന് നമ്മൾ അതനുസരിച്ച് ഫോളോ ചെയ്ത് പോകുന്നു, മറ്റൊരു ചിന്ത എന്ന് പറയുന്നത് ഇതിൽ ഇസ്ലാമികപരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതോ. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും സമയം ഡിസ്കസ് ചെയ്തത് ഇസ്ലാമിക വീക്ഷണത്തിൽ ഒരു രാവിലെ നമ്മുടെ ഒരു ദിവസം നന്നാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇസ്ലാമിക് പ്രിൻസിപ്പിൾസും കൂടെ ഒരു സാമൂഹിക പ്രസക്തിയുള്ള ഒരു കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോഴാണ് അറിവ് ഒരാൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആണെന്ന് മനസ്സിലാക്കാണ്. ഇപ്പൊ ഈ ഒരു സ്പീക്ക് ഓൺ അക്കാദമി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. കുറെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കാണ്, ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ ഓരോരുത്തരെടുത്ത വിഷയങ്ങളാണെങ്കിലും ഒരു ഇസ്ലാമിക് തിയറീസ് നിങ്ങളിലേക്ക് പറഞ്ഞു തരികയല്ല, പകരം സമകാലികമായിട്ടുള്ള രീതിയിൽ അതിനെ കൂട്ടിക്കഴിച്ചതിലേക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ ഇന്നിവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ ഇതുവരെ ഇസ്ലാമിക രീതിയിൽ രാവിലെ എഴുന്നേൽക്കണം, അല്ലെങ്കിൽ ഒരു ദിവസത്തെ നന്നാക്കാനുള്ള മെസ്സേജ് അയക്കാം. അപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇനി ഞാൻ പറയും, നിങ്ങൾക്ക് ഒരു ബുക്ക് പരിചയപ്പെടുത്താണ്, മിറാക്കിൾ മോർണിംഗ് വർക്ക്. ഇതിൽ നിങ്ങൾ ഓരോരുത്തർ ഇന്ന് പോയ ബുക്ക് വായിക്കണം എന്നുള്ളതല്ല, നിങ്ങൾക്ക് അതിലൊരു കാച്ചിക്കുറുക്കി ഒരു സംഗതി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ്. 6 കാര്യങ്ങൾ ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റാൽ ചെയ്തിരിക്കേണ്ട 6 കാര്യങ്ങൾ. ആ കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുകയാണ്, നമ്മുടെ ദിവസം എത്രയാക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആ 6 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളത്. അതിനെ സേവേഴ്സ് എന്നാണ് ഷോർട്ട് ഫോം ആക്കിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം പ്രായമുള്ള ആളുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഇതിപ്പോ ഇംഗ്ലീഷ് പറഞ്ഞു തുടങ്ങിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിപ്പിക്കാൻ തുടങ്ങിയോ എന്നുള്ളത് മനസ്സിലാക്കുക. ഒന്നെന്ന് പറയുന്നത് സൈലൻസ് അഥവാ മൗനം എന്നുള്ളത്. രാവിലെ എണീറ്റ ഉടനെ കുറച്ച് സമയം നമ്മൾ എഴുന്നേൽക്കുക. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുക ഭയങ്കര റഷ് ആയിക്കൊണ്ടാണ്, ഇന്നിപ്പോ എന്ത് ഉണ്ടാക്കണം, മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കേണ്ട കാര്യം, അല്ലെങ്കിൽ മദ്രസയിലേക്ക് പറഞ്ഞേക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഹസ്ബൻഡിന് ജോലിക്ക് പറഞ്ഞേക്കേണ്ട കാര്യം, ഇതൊക്കെ കൊണ്ടായിരിക്കും നമ്മൾ പലപ്പോഴും എഴുന്നേൽക്കുന്നുണ്ടാവുക. അപ്പൊ ആ ഒരു രാവിലെ എങ്ങനെയോ അതുപോലെ ദിവസം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ രാവിലെ നമ്മൾ സമാധാനപൂർവ്വം സേവേഴ്സ് ആണ്, അത് ഓരോന്നും നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പൊ സമാധാനപൂർവ്വം നമ്മൾ രാവിലെ എഴുന്നേൽക്കുകയാണെങ്കിൽ നമ്മുടെ ആ ദിവസം സമാധാനത്തിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനോട് കൂടിയിട്ടാണെങ്കിൽ ആ ദിവസം അങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പൊ രാവിലെ എഴുന്നേറ്റ് ഉടനെ കുറച്ച് സമയം നമ്മൾ സൈലൻസ്, മൗനായിട്ടിരിക്കും. നമ്മൾ കുറച്ച് സമയം കണ്ണുകളൊക്കെ അടച്ച്, നമ്മൾ അതിന് മെഡിറ്റേഷൻ എന്നൊക്കെ വിളിക്കാറുണ്ട് അല്ലെ. മെഡിറ്റേഷൻ, കണ്ണുകൾ അടച്ചിട്ട് അള്ളാഹുവിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടിപ്പിനെ പറ്റി മനസ്സിലായില്ല, ചെയ്യാറുണ്ട്. മെഡിറ്റേഷൻ എന്തും ചെയ്യാറുണ്ട് എന്നാണോ? ഹലോ, ഓക്കെ, ഇവിടെ എല്ലാം പറഞ്ഞത് മനസ്സിലാക്കാൻ. അപ്പൊ രാവിലെ എഴുന്നേറ്റ് കുറച്ച് സമയം നമ്മൾ മൗനമായിട്ടിരുന്ന ഒരു മെഡിറ്റേഷൻ രൂപത്തിൽ അള്ളാഹു നമുക്ക് എന്നിട്ട് അനുഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കാന്നുള്ളത്. ഞാൻ മനസ്സിലാക്കി ഇതിൽ കുറെ ആളുകൾ ഹംദും അതുപോലെ ഇസ്തിഗ്ഫാറൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും. അള്ളാഹുവിനോട് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ശുക്ർ പറയുന്നവരും അതുപോലെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും. ഞാനും ഈ ഒരു കാര്യം അറിയുന്നത് മുമ്പ് വരെ ഞാനും ചെയ്തിരുന്നത് ഹംദും ഇസ്തിഗ്ഫാറൊക്കെ രാത്രി കിടക്കാൻ നേരത്തായിരുന്നു. കിടക്കാൻ സമയം ജോലിയൊക്കെ കഴിഞ്ഞ് ബെഡിലേക്ക് പോയി ചിലപ്പോൾ ലേറ്റ് ആയിട്ടൊക്കെ ഉണ്ടാവും. എന്നാലും സ്ഥിരമായി ചെയ്തു പോകുന്ന ഒരു കാര്യമായതുകൊണ്ട് ഒഴിവാക്കാൻ പേടി. കാരണം നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ മടിവരുത്താൻ പാടില്ല എന്നാണല്ലോ. അപ്പൊ ചെയ്യണല്ലോ എന്നുള്ള രീതിയിൽ ചെയ്തു പോയിട്ടുള്ള ദിവസങ്ങളൊക്കെ ഉണ്ട്. നേരെ മറിച്ച് അതിന് രാത്രി എന്നതിൽ അപ്പുറത്തേക്ക് രാവിലേക്ക് കൊണ്ടുവന്നപ്പോ മാഷാ അല്ലാ അവിടെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പം രാവിലെ ഉടനെ എഴുന്നേറ്റ് നമ്മൾ ആലോചിക്കുക, നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും, ഓരോ കണ്ണിനെ പറ്റി, നമുക്ക് തന്നിട്ടുള്ള ശരീരത്തിനെ പറ്റി, ആവലാദികൾ അപ്പുറത്തേക്ക് നമുക്ക് തന്നിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളെ പറ്റിയിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ
ആ ഒരു കുറഞ്ഞ സമയം ഒരു 5-10 മിനിറ്റ് മതി. നമ്മൾ ആ ദിവസത്തേക്കുള്ള എനർജി നമുക്ക് അവിടുന്ന് സംഭരിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് സേവേഴ്സിൽ ഫസ്റ്റ് പറയുന്നത് സൈലൻസ്, മൗനമായിട്ട് കുറച്ച് സമയം ഇരിക്കുക. ആ ഒരു ബെഡിൽ തന്നെ നമ്മൾ ദിക്റൊക്കെ ചൊല്ലി എണീറ്റ ഉടനെ കുറച്ച് സമയം മൗനമായിട്ട് അവിടെ ഇരിക്കുക. അള്ളാഹുവിന് ശുക്ർ ചെല്ലുന്നത്. ശേഷം നമ്മൾ കുറച്ച് സമയം സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് അനുഗ്രഹങ്ങളെ പറ്റിയിട്ടൊന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് എസ് കൊണ്ട് ഉദ്ദേശിച്ച് മൗനം, സൈലൻസ്, മൗനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അഫർമേഷൻ ആണ്. അഫർമേഷൻ എന്ന് പറയുന്നത് നമ്മളെ പറ്റിയിട്ട് തന്നെ പോസിറ്റീവ് കാര്യങ്ങൾ പറയുക എന്നുള്ളത്. അപ്പൊ നമ്മളത് നമ്മളെ പൊക്കി പറയുന്നതോ കാര്യങ്ങളോ ഒന്നല്ല, നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ, നമ്മൾ ആയിത്തീരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഞാൻ നല്ല ഇച്ഛാശക്തിയുള്ള ആളാണ്, എനിക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, ഒരു നല്ല സ്വാലിഹത്തായി എനിക്ക് വളരാൻ കഴിയും, എന്റെ മക്കളെ ആ ഒരു രീതിയിൽ എനിക്ക് വളർത്താൻ കഴിയും തുടങ്ങിയിട്ടില്ല. എനിക്ക് കഴിയും എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് ഇത് പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ പറയും എത്ര പറഞ്ഞാലും എനിക്കതങ്ങ് വരുന്നില്ല എന്നുള്ളത്. കാരണം എനിക്ക് ഇതിനെ പറ്റി ഭയങ്കര മതിപ്പാ, എനിക്ക് അതൊന്നും പറ്റൂല, ഇതൊന്നും എന്നെ കൊണ്ടാവൂല, അങ്ങനെ ഭയങ്കര മതിപ്പാ. അതുകൊണ്ട് തന്നെ എന്നിലേക്ക് അത് വരുന്നില്ല എന്നുള്ളത് പറയും. ആണ് ഇപ്പൊ അഫർമേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ എന്നിലേക്ക് അത് വരുന്നില്ല എന്നുള്ളത് പറഞ്ഞ സമയത്ത് ഞാൻ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ എന്റെ ഉസ്താദ് പറഞ്ഞ ഒരു കഥ ഓർമ്മിക്കാൻ. ഒരു ഭാര്യ ഭർത്താവിനോട് എന്നും ഇല്ലായ്മ പാട്ട് തന്നെ, ഇവിടെ മല്ലിപ്പൊടി ഇല്ല, ഇവിടെ മുളക് പൊടി ഇല്ല, ഇവിടെ ഇന്നതില്ല, ഇല്ല 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 എന്നുള്ള പാട്ട് തന്നെ. അപ്പൊ ഈ ഇല്ലായ്മ പാട്ട് കേട്ട് മടുത്ത് ഭർത്താവ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് ഭാര്യ പറയുന്നില്ല, ഇനി ഞാൻ ഇല്ല എന്നുള്ളത് പറയൂല, നിങ്ങൾ എന്തായാലും വരി, ഇനി ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യൂല, നിങ്ങൾ ബുദ്ധിമുട്ടിക്കൂല, ഇല്ലായ്മ പാട്ട് ഇനി എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഭർത്താവ് വീട്ടിലേക്ക് വന്ന് അപ്പം ഭർത്താവ് സമാധാനത്തിലാ, ഇല്ല ഇനി ഇല്ലായ്മ പാട്ടൊന്നും വീട്ടിൽ ഉണ്ടാവില്ലല്ലോ എന്നുള്ളത്. പിന്നെ ഭാര്യ കൊടുക്കുന്ന ഷീറ്റിലേക്ക് ഇങ്ങനെയാണ് ഉള്ളത്, ഇവിടെ മുളക് പൊടിയുടെ കുറവുണ്ട്, ഇവിടെ മല്ലിപ്പൊടിയുടെ കുറവുണ്ട്. ഉണ്ട് എന്നാണല്ലോ, ഇല്ല എന്നുള്ളതല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെ മല്ലിപ്പൊടിയുടെ കുറവുണ്ട്, ഇവിടെ മുളക് പൊടിയുടെ കുറവുണ്ട്. കാര്യം സൂചിപ്പിക്കുന്നത് എന്താ, നെഗറ്റീവ് തന്നെയാണ്, പക്ഷെ പറഞ്ഞു വെക്കുന്നത് പോസിറ്റീവ് ആയിട്ട്. അപ്പൊ നമ്മള് അഫർമേഷൻ പറയുന്ന സമയത്ത് എനിക്ക് നല്ല ധൈര്യം ഉണ്ട് എന്നതാണ് പറയേണ്ടത്. പകരം എനിക്ക് ഇന്ന കാര്യം ചെയ്യാനുള്ള ധൈര്യക്കുറവുണ്ട്, അങ്ങനെ ആവാൻ പാടില്ല. ഇന്ന കാര്യം എനിക്ക് നല്ല ധൈര്യമുണ്ട്, എനിക്കത് ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ, എന്റെ മക്കളെ സ്വാലിഹത്തായ മക്കളാക്കി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി എനിക്ക് വളർത്താൻ പറ്റും എന്നുള്ള ആ ഒരു അഫർമേഷൻ നാളെ മുതൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഫർമേഷനിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ ലോകത്ത് മക്കൾ ആവുന്ന രീതിയിൽ എന്റെ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എവിടെയാ പാളിച്ച വന്നതെന്ന് അറിയില്ല, അല്ലെങ്കിൽ എന്തിന്റെ കുറവാണ് മോക്ക് വന്നതെന്ന് അറിയില്ല എന്നുള്ളത്. പക്ഷെ ഇവിടെയാണ് ഈ ഒരു രാവിലത്തെ നിങ്ങളുടെ തുടക്കത്തിലുള്ള ആ ഒരു പാളിച്ചയാണ് നിങ്ങൾ അതിലേക്ക് നയിക്കുന്നത്. അപ്പൊ രാവിലെ എഴുന്നേറ്റാൽ അഫർമേഷന്റെ കൂട്ടത്തിൽ നിങ്ങൾ മറന്നു പോകാതെ പറയേണ്ട ഒരു സംഗതിയാണ്, എന്റെ മക്കള് നല്ല രീതിയിൽ അള്ളാഹുവിന്റെ പാതയിൽ വളർത്താൻ എനിക്ക് കഴിയും എന്നുള്ളത്. കാരണം എന്താ അറിയോ, പലപ്പോഴും സംശയമാണ്. എന്റെ മോളെ എനിക്ക് നല്ല രീതിയിൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കുറച്ച് സൗണ്ട് കട്ടാവുന്നുണ്ടോ? ഓക്കെ എന്ന് വിചാരിക്കുകയാണ്. ബുദ്ധിമുട്ട് ആവുകയാണെങ്കിൽ പറയണേ കേട്ടോ. ഓക്കെ. അപ്പം നമുക്ക് തന്നെ മാതാപിതാക്കളാവുന്ന നമുക്കുള്ള ധൈര്യക്കുറവ്, നമ്മൾ വളർത്തിയാലും ഈ ഒരു ലോകത്ത്, ഈ ഒരു ആധുനിക ലോകത്ത് ന്യൂ ജനറേഷൻ നമ്മൾ പറയൂലേ, നമ്മളൊക്കെ ഓൾഡ് ജനറേഷൻ ആയി. അപ്പൊ ഈ ഒരു ന്യൂ ജനറേഷനിൽ നമുക്ക് നമ്മളെ മക്കളെ വളർത്താൻ പറ്റുമോ, അല്ലെങ്കിൽ അവരെ ഭാവിയിലേക്ക് അല്ലെങ്കിൽ ആഖിറത്തിലേക്ക് നമുക്ക് ഉപകാരപ്പെടുന്ന പ്രാപ്തമാക്കാൻ പറ്റുന്ന മക്കളാക്കാൻ നമുക്ക് പറ്റുമോ എന്നുള്ള ആ ഒരു സംശയത്തിന്റെ പുറത്താണ് നമ്മളെ മക്കള് പലപ്പോഴും നമുക്ക് കൺട്രോൾ ഇല്ലാതെ അല്ലെങ്കിൽ വഴിതെറ്റി പോകുന്ന ഒരു അവസ്ഥയ്ക്ക് വരും. പകരം നമ്മൾ വിചാരിക്കുക എന്റെ കുട്ടീനെ നന്നാക്കാൻ എനിക്ക് പറ്റും, അള്ളാഹു എനിക്ക് അതിന് കഴിവ് തന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അഫർമേഷൻസ് നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളത്. നിങ്ങൾ ഇനിയിപ്പം പെട്ടെന്ന് സമയക്കുറവ് എന്തോ കൊണ്ട് അഫർമേഷൻസ് അവസാനിപ്പിക്കുകയാണെങ്കിൽ 5 മിനിറ്റ്, ഒരു ദിവസം 5 മിനിറ്റ് മതി അഫർമേഷൻ എങ്കിൽ നിങ്ങൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം എന്തായാലും മറക്കാൻ പാടില്ലാത്തൊരു സംഗതിയാണ് മക്കളുടെ കാര്യത്തിൽ. കാരണം ആ ഒരു ധൈര്യം നിങ്ങളിലേക്ക് കിട്ടുകയും ആ ധൈര്യം മക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും എന്നുള്ളത്. പിന്നെ എന്റെ ഇന്നത്തെ ഒരു ദിവസം എനിക്ക് നല്ല രീതിയിൽ ചെലവഴിക്കാൻ പറ്റും, അള്ളാഹു നാളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ ഒരു ദിവസത്തിന് എനിക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റും എന്നുള്ള രീതിയിൽ അഫർമേഷൻസ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. ഇൻഷാ അല്ലാഹ്.
അപ്പൊ എസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സൈലൻസ് മൗനാണ് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് അഫോർമേഷൻ ആണ്, അഥവാ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി കൂടി ചെയ്താൽ നന്നാവും. ഞാനത് പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടായതുകൊണ്ട് അതൊക്കെ ഒന്ന് കണക്കിലെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പറയാന്നുള്ളത്. കാരണം എഴുതിയും കൂടാണ് അവരിങ്ങനെ എഴുതാൻ അറിയില്ലല്ലോ, അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് അതെനിക്ക് ചെയ്യാൻ കഴിയുന്നുള്ളത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വേണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എഴുതെങ്കിൽ ദാറ്റ് ഇസ് ബെസ്റ്റ് എന്നുള്ളത്. എഴുതി വെക്കുമ്പോഴാണ് നമ്മൾക്ക് കൂടുതൽ അത് എഴുതുന്നുണ്ട്. മാഷാഅല്ലാഹ് ഒരുപാട് ആളുകൾ ഓൾറെഡി ഫോളോ ചെയ്ത് പോകുന്ന ആളുകളാണ് ഞാൻ മനസ്സിലാക്കുകയാണ്. ഓക്കെ, അപ്പം സൈലൻസ് എന്നുള്ളത് എസ്, ദെൻ എ എന്താ? എ എന്താണ്? അഫർമേഷൻ. അഫർമേഷൻ. ഓക്കെ, വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ് വൺ ഉള്ളത് സേവേഴ്സിൽ വി ആണല്ലേ. വി എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ആണ്. നമുക്കൊരു കാര്യത്തിന് നല്ല രീതിയിൽ വിഷ്വലൈസ്, ഒരു കാര്യം ഞാൻ അവിടെ ഉദ്ദേശിച്ചത് എന്താ അറിയോ, നമ്മളിപ്പോ അഫർമേഷനിൽ പറഞ്ഞല്ലോ നമുക്ക് മക്കളെ നല്ല രീതിയിൽ വളർത്താൻ പറ്റും എന്നുള്ളത്. അത് നമ്മൾ നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്യുക, നമ്മൾ മക്കളെ നല്ല രീതിയിൽ വളർത്തുന്നത്. അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുകയാണ് ചില ആളുകളൊക്കെ ചെറിയ പ്രായത്തിലെ മക്കള് ചെറിയ പ്രായത്തില് അവര് നിയത്താക്കും മക്കളെ ഹാഫിളാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദീനീ പഠനം. ഇപ്പം കൂടുതൽ ആളുകളും മതപഠനം വെറും ഒരു ഭൗതിക പഠനം എന്നതിലപ്പുറത്തേക്ക് ഒതുങ്ങുന്നില്ല. പകരം ഒരു രണ്ടും കൂടി ചേർന്ന് മതപഠനവും ഭൗതിക പഠനവും കൂടി ചേർന്നുള്ള മിക്സ്ഡ് എഡ്യൂക്കേഷനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ചെറിയ പ്രായത്തിലെ മനസ്സിൽ കരുതും ആ കുട്ടി ഇങ്ങനെ. അപ്പൊ നിങ്ങൾ ആ ഒരു ആഗ്രഹത്തിനെങ്കിലും വിഷ്വലൈസ് ചെയ്യാം. മോന് ഹാഫിളാവാൻ പറഞ്ഞേക്കുന്നത്, ഹാഫിളായി മകൻ അവിടുന്ന് ഇറങ്ങുന്ന ആ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഓരോ നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹമാണെങ്കിൽ അത്. ഇനി ഈവൻ ചില ഭാര്യമാർക്ക് ഉണ്ടാവും ഭർത്താക്കന്മാർ ഭയങ്കര ദേഷ്യമുള്ള ആളുകളാണ്, അല്ലെങ്കിൽ പെരുമാറ്റം ഒന്ന് നന്നാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. നേരെ തിരിച്ചും ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതിങ്ങനെ വിഷ്വലൈസ് ചെയ്യാം. എൻ്റെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറുന്നു, ഞാൻ നല്ല രീതിയിൽ അവരെ അങ്ങോട്ട് സെർവ് ചെയ്യുന്നു, സമാധാനം ഉണ്ടാവുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളും നടക്കുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, ചിന്തിക്കുക. ഒരു ചിത്രീകരണം നമ്മളിൽ ഉണ്ടാകുക, ഒരു വീഡിയോ ഫോം എന്നുള്ള രീതിയിൽ നമ്മളെ മനസ്സിൽ അതിങ്ങനെ ഉണ്ടാകുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം, വിഷ്വലൈസേഷൻ എന്നുള്ളത്. ഓക്കെ, അഥവാ ഫസ്റ്റ് വൺ നമ്മൾ സൈലൻസ്, ഒരു സൈലൻസ് കൊണ്ട് പറഞ്ഞത് മൗനായിട്ടിരിക്കുക. അഫർമേഷൻസ് പറഞ്ഞു. മൂന്നാമത് പറഞ്ഞ കാര്യം മാഷാഅല്ലാഹ്, മൂന്നാമത് പറഞ്ഞ കാര്യം വിഷ്വലൈസേഷൻ അല്ലേ, വിഷ്വലൈസേഷൻ പറഞ്ഞു. നാലാമത്തേതാണ് എക്സസൈസ് എന്നുള്ളത്. എക്സസൈസ് പറയുമ്പം ചിലപ്പോൾ പ്രായമുള്ള ആളുകളൊക്കെ ചിന്തിക്കും നമ്മൾ ഈ പ്രായത്തിൽ ഓടാൻ നിൽക്കണോ അല്ലെങ്കിൽ നടക്കാൻ നിൽക്കണോ എന്നുള്ളത്. അങ്ങനെയല്ല. എക്സസൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ വ്യായാമവും എക്സസൈസ് തന്നെയാണ്. നമ്മൾ കിടക്കയിൽ ഇരുന്നുകൊണ്ടോ അല്ലെങ്കിൽ കസേരയിൽ ഇരുന്നുകൊണ്ടോ, ഈവൻ നമ്മൾ റൂമിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസസ് ഒരുപാടുണ്ടല്ലോ. ഈ എക്സസൈസ് ഒക്കെ ഇല്ലാതെ ഇനിയുള്ള കാലത്ത് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അല്ലെ. നമ്മൾ ചെറിയൊരു 40 വയസ്സാകുമ്പോൾ തന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് ഇതിന്റെയൊക്കെ അടിമകളായിട്ട് നമ്മൾ മാറുന്നുണ്ട്. ഭക്ഷണക്രമം മെയിൻ ഒരു ഫാക്ടറാണ്. പക്ഷെ ഭക്ഷണം ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് അത്രത്തോളം രോഗത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പറ്റണം എന്നുള്ളതാണ്, പറ്റാണ്ട് വരാറുണ്ട്. പക്ഷെ ഒരു എക്സസൈസ് കൊണ്ട് നമുക്ക് അതിനെ ഒരു പരിധിവരെ മറികടക്കാൻ പറ്റും എന്നുള്ളത്. എക്സസൈസ് പറയുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മാന്റെ അടുത്ത് എക്സസൈസ് പറയുമ്പോൾ ഉമ്മ പറയാറുണ്ട് ഷോൾഡറിന്റെ വേദനയാണ്, പിന്നെ ഈ തൈമാൻ ഷോൾഡറിന്. അപ്പൊ ഞാനിനി എക്സസൈസ് ചെയ്ത് എന്താ പറ്റാന്നുള്ളത്. പക്ഷെ ചെറുത് മതി. ഒരു യോഗ അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ്, ആ ഒരു കാര്യങ്ങളൊക്കെ. യോഗയിലും എക്സസൈസും ബ്രീത്തിങ് എക്സസൈസും കാര്യങ്ങളാണല്ലോ വരുന്നത്. അപ്പോ സമാധാനം അടങ്ങിയിരുന്നത് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വലിച്ചു വിട്ട് അതൊക്കെ തരുന്ന ഒരു റിഫ്രഷ്മെന്റ് ഭയങ്കര വലുതാണ്. അത് നമ്മൾ പറയുമ്പോ നമുക്ക് അതിൽ കൂടെ ഇപ്പൊ എന്താ ഇപ്പൊ കിട്ടാനുള്ളത് എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരും. പക്ഷെ ചെയ്ത് അതിന്റെ ഒരു മാധുര്യം മനസ്സിലാക്കുമ്പോഴാണ് മൈൻഡ് റിലാക്സ് ആവും. നമുക്ക് നമ്മുടെ മൈൻഡ് ഒരു 5-6 ഏക്കർ പിന്നെ വീതി വന്ന് ആ ഒരു ഫീൽ ഉണ്ടാവുന്നുള്ളതാ. പക്ഷെ ഇപ്പൊ നമുക്ക് കുടുസായിട്ട് ചില സിറ്റുവേഷനിൽ നമുക്ക് കുടുസായിട്ട് തോന്നാറില്ല മൈൻഡ്. ഞാൻ ഇത്ര റിജിഡ് ആണല്ലോ എന്ന ഫീലിംഗ് നമുക്ക് ഉണ്ടാവാറില്ല. പക്ഷെ ചില സമയത്ത് ഈ ഒരു മെഡിറ്റേഷനൊക്കെ നമുക്ക് ഭയങ്കര ഹൃദയ വിശാലത നൽകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മൈൻഡ് ഒന്ന് ഭയങ്കര റിലാക്സ് ആയ ഫീലിംഗ് ഉണ്ടാവും. ഇത് നമ്മളെ മാത്രമല്ല കേട്ടോ എഫക്ട് ചെയ്യുക. നമുക്ക് ഹൃദയ വിശാലത ഉണ്ടെങ്കിൽ നമ്മളെ ഫാമിലിനെയാണ് അത് എഫക്ട് ചെയ്യുക. ഫാമിലിനെ എഫക്ട് ചെയ്യാൻ മീൻസ് നമ്മളാണ് നമ്മുടെ നമ്മൾ ഗൃഹനാഥന്മാര് എന്നുള്ള വാക്കുകൾ തന്നെ ഇപ്പൊ കുറഞ്ഞു വന്നു. ഗൃഹനാഥന്മാരാണ്. റേഷൻ കാർഡിലൊക്കെ ഇപ്പൊ നമ്മളെ പേരൊക്കെയാണുള്ളത്. അപ്പൊ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള നമ്മളെ ഫാമിലിയിൽ നമ്മൾ കുറച്ചുകൂടി റിലാക്സ്ഡ് ആകുകയാണെങ്കിൽ എന്തായാലും ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ മക്കളിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും എത്തും എന്നുള്ളതാണ് എക്സസൈസ് കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്നുള്ളത്. അപ്പൊ ഈ 4 കാര്യങ്ങൾ അറിയുമെന്ന് വിചാരിക്കുകയാണ്. എസ് സൈലൻസ് ആണ്, എ അഫർമേഷൻ ആണ്, വിഷ്വലൈസേഷൻ, ഇ എന്താ? എക്സസൈസ്.
എക്സസൈസ്. മാഷാഅല്ലാ, വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സേവേഴ്സിൽ നമുക്ക് 6 ആണുള്ളത് അല്ലേ? വായിക്കുക എന്നുള്ള റീഡിംഗ് ആണ് നെക്സ്റ്റ് വൺ എന്നുള്ളത്. റീഡിംഗ് എന്ന് പറയുമ്പം ഇപ്പൊ പിന്നെയും കുറെ ആളുകൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ബുക്ക് ഒന്ന് വാങ്ങി വായിച്ചേക്കാം, അല്ലെങ്കിൽ ഇന്നാൾ ഇന്ന ബുക്കിനെ പറ്റി പറഞ്ഞു അന്ന് അതൊന്ന് വായിച്ചു. ആ ഒരു വായനയിലേക്ക് ഇപ്പൊ കുറച്ച് ആളുകൾ വരുന്ന മാഷാഅല്ലാ അൻഷിഫ നല്ല രീതിയിൽ അത് ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം വായനയിലേക്ക് കുറച്ച് ആളുകൾക്ക് വരുന്നുണ്ട്. അപ്പൊ വായന ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു ആധുനിക കാലത്ത്, അല്ലെങ്കിൽ ഡെയിലി ഇങ്ങനെ ഓരോ ദിവസം ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ വായിക്കാത്ത ആളൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോവാണ്. ഒന്നും അറിയാത്ത ആൾക്കാരായിട്ട് വായിക്കാത്ത ആളുകളൊക്കെ മാറുകയാണ്. അപ്പൊ വായന കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഖിറാഅത്ത്, ഖുർആൻ പാരായണം ചെയ്യാം. ആ ഒരു സമയം സുബഹിന്റെ ആ സമയം നമ്മൾ പറഞ്ഞില്ലേ, ഖുർആൻ പാരായണം ചെയ്യാം. അതുപോലെ നമുക്ക് നല്ല നല്ല ബുക്കുകളൊക്കെ വായിക്കാം. ബുക്കുകൾ വായിക്കുന്ന സമയത്ത് എന്തായാലും കുറഞ്ഞ സമയം നമ്മൾ പുസ്തകത്തിനായിട്ട് ഇരിക്കുള്ളൂ. ആ ഒരു സമയം നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ല പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല പുസ്തകങ്ങളുണ്ട്. ഞാനിപ്പം വർക്ക് ചെയ്യുന്നത് കോറോത്ത് ഒരു കോളേജിലാണ്, ഇഫ്ര വിമൻസ് അക്കാദമി. ഇവിടെയൊക്കെ ആണെങ്കിൽ ലൈബ്രറിയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ബുക്കുകളുണ്ട്. ചരിത്രപരമായിട്ടുള്ള ഒരുപാട് ബുക്കുകൾ, ഓരോ നബിമാരെ പറ്റി ഒരുപാട് ചരിത്രങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ അത് വായിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ പുതിയ അല്ലെങ്കിൽ നമ്മളെ മതവുമായിട്ട് നമ്മളെ ദീനുമായിട്ട് നമുക്കൊരു കണക്ഷൻ കിട്ടാനും അത് ഊട്ടിയുറപ്പിക്കാനും വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും. അതുപോലെ നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വായിക്കാവുന്നതേ ഉള്ളൂ. റീഡിംഗ് ആണ് നെക്സ്റ്റ് വൺ. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സേവേഴ്സ്. ലാസ്റ്റ് എന്ന് പറയുന്നത് സ്ക്രിബ്ലിംഗ് ആണ്. അഥവാ നമ്മൾ ഡയറി എന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. എന്താ ഡയറി എഴുതാന്ന് പറഞ്ഞാല് ഇന്ന് നടന്ന കാര്യങ്ങള് ഇന്നതാണ് നമ്മൾ ജസ്റ്റ് എഴുതി വെക്കും അല്ലെ? പാസ്റ്റ് കാര്യങ്ങള് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സ്ക്രിബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ ഇന്ന് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിന്റെ കിടക്കാൻ നേരത്തെ ജസ്റ്റ് അത് ടിക്കിടുകയും കൂടി ഒരു ടു ഡു ലിസ്റ്റ് ഫോർമാറ്റിൽ ഇന്ന് കാര്യങ്ങൾ ഇന്ന് ചെയ്യുന്നു എന്ന് രാവിലെ തീരുമാനിക്കുക, എത്ര ചെയ്തു എന്ന് രാത്രി ആലോചിക്കുക. സ്ക്രിബിൾ എന്നാണ് പറയാ. ലാസ്റ്റ് സ്ക്രിബിൾ ആണ് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സേവേഴ്സിൽ നമുക്ക് ചെയ്യാനുള്ളത്. സേവേഴ്സ് രാവിലെ മിറാക്കിൾ മോർണിംഗ് ഷെയർ ചെയ്യുന്ന ഈ ഒരു 6 കാര്യങ്ങള് ഈ ഒരു 6 കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയാല് ഞാൻ പറയാണ് സ്ക്രിബിൾ അഥവാ ഡയറി എന്നുള്ളത്. ഡയറി എഴുതുക, അല്ലെങ്കിൽ ആ ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്ന ഒരു ഫോർമാറ്റ്. ഇന്നത് ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള എന്റെ മാർഗങ്ങൾ, കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാന്നുള്ളത്. ഓക്കെ, ഇതാണ് ആ ഒരു മിറാക്കിൾ മോർണിംഗ് എന്നുള്ള ആ ഒരു ബുക്കിൽ ഷെയർ ചെയ്യുന്നത്. യെസ്, റുജാന ഒക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സേവേഴ്സിൽ വരുന്ന കാര്യങ്ങൾ. ഇതുകൂടി ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി, അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിന്റെ ഒരു പകുതി കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റും. പിന്നെ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു വെച്ച ആ ഒരു സംഗതി, ഒരു ഉമ്മാന്റെ അല്ലെങ്കിൽ ഒരു ഉപ്പാന്റെ റുട്ടീൻ എന്താണോ, ഒരു രാവിലെ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ആ വീട്ടിലെ മക്കള് പിന്നീട് ആയിത്തീരുക എന്നുള്ളത്. ഒരു പക്ഷേ രാവിലെ നമ്മള് മക്കളെ വിളിക്കും. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മൾ രാവിലെ മക്കളെ മദ്രസയിൽ പോകാൻ വേണ്ടി വിളിക്കും, രാവിലെ വിളിക്കൂലോ. അപ്പൊ എന്തും പറഞ്ഞിട്ടാ മക്കളെ വിളിക്കുക? രാവിലെ മക്കളെ വിളിക്കുന്ന സമയത്ത് എന്ത് പറഞ്ഞിട്ടാ മക്കളെ വിളിക്കുക? നിസ്കരിക്കാൻ. മോനെ എനിക്ക് നിസ്കരിക്കാം എന്ന് പറയും. പിന്നെയോ? എണീക്കടി എന്ന് പറയും. പിന്നെ സമയം കൂട്ടി പറഞ്ഞു വിളിക്കും. 6:30 മദ്രസ തുടങ്ങുന്നത് പറയും, 6:40 ഇനി എണീറ്റില്ല എന്നുള്ള രീതിയിൽ വിളിക്കും. പിന്നെ ഇതൊക്കെ നടക്കുന്നതല്ല, എല്ലാ വീട്ടിലും നടക്കുന്ന സാധനമാണ്. ഇപ്പൊ എന്താണ് മാത്രം അങ്ങനെ. പിന്നെന്താ എങ്ങനെ വിളിക്കുക? നിസ്കരിക്കുന്നു പറഞ്ഞിട്ട് വിളിക്കും, പിന്നെ സമയം കൂട്ടി പറഞ്ഞു വിളിക്കും, പിന്നെ നിസ്കരിക്കടി എന്നുള്ള രീതിയിൽ വിളിക്കും. ഇങ്ങനെയൊക്കെ വിളിക്കും അല്ലേ? ഒന്ന് മ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ 8 മണിക്ക് വിളിക്കാൻ പറഞ്ഞാല് 7:30 വിളിക്കും. ഓക്കെ, നമ്മള് മക്കളെ വിളിക്കുന്ന സമയത്ത് മദ്രസയിലൊക്കെ പറഞ്ഞത് ഓക്കെ, മാഷാഅല്ലാഹ്. അപ്പൊ നമ്മള് മക്കളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ വിളിക്കുകയാണ്, പിന്നെ മദ്രസയിൽ പോകാൻ വേണ്ടി വിളിക്കുന്ന സമയം രാവിലെ വിളിക്കുകയാണ്. എണീക്ക് മദ്രസയിൽ പോകാൻ വേണ്ടി എണീക്ക് എന്ന് പറയുന്നതാണെങ്കിൽ, 6 മണിയായി എണീക്ക് മദ്രസയിൽ പോകണ്ടേന്ന് പറയുന്നതാണെങ്കിൽ ആ കുട്ടി എണീക്കും, ചിലപ്പോൾ നിസ്കരിക്കും, മദ്രസയിൽ പോകും. പക്ഷെ ഉറപ്പാണ് ആ കുട്ടി വെള്ളിയാഴ്ച എഴുന്നേൽക്കൂല.
വെള്ളിയാഴ്ച ആ കുട്ടി രാവിലെ എഴുന്നേൽക്കൂല. എല്ലാ ദിവസവും എഴുന്നേൽക്കുന്ന പോലെ എഴുന്നേൽക്കൂല. കാരണം എന്താ അറിയോ? വെള്ളിയാഴ്ച മദ്രസ ഇല്ലല്ലോ. ബാക്കിയുള്ള ദിവസങ്ങളിൽ മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ടല്ലേ വിളിക്കുന്നതും എണീക്കുന്നതും. അപ്പൊ വെള്ളിയാഴ്ച മദ്രസ ഇല്ല, കുട്ടി വെള്ളിയാഴ്ച എണീക്കൂല എന്നുള്ളതാണ്. നേരെ മറിച്ച് മോനെ നിസ്കരിക്കണ്ട എണീക്കെന്ന് പറയുകയാണെങ്കിൽ ആ കുട്ടിക്ക് വെള്ളിയാഴ്ച ഉണ്ട്, സുബഹി അന്നും ഉണ്ടല്ലോ. അപ്പൊ കുട്ടി എഴുന്നേക്കും എന്നുള്ളതാ. ഇന്നു മുതൽ ശ്രദ്ധിക്കേണ്ടത്, ഇന്നു മുതൽ മദ്രസ ഇല്ലല്ലോ ഇനിയിപ്പോ അല്ലെ. അപ്പൊ എന്തായാലും റമദാൻ എണീക്കുകയും ചെയ്യുന്നുണ്ട്. റമദാൻ കഴിഞ്ഞ ഉടനെ റമദാൻ കഴിഞ്ഞ ഉടനെ മനസ്സിലായി. എന്നോടാണോ? എന്റെ മോൻ നേരെ തിരിച്ചാണ്, മദ്രസ ഇല്ലാത്ത നേരത്തെ എണീക്കല്. മദ്രസ ഇല്ലാത്തതാണ് നേരത്തെ എണീക്കല്. അങ്ങനെ ഒരു വെറൈറ്റി ഉണ്ട് ല്ലേ. അപ്പം ഈ ഒരു ഉമ്മമാര് എന്നുള്ള സ്ഥാനത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു സംഗതി, ഇനി മുതൽ മക്കളെ വിളിക്കുന്ന സമയത്ത് മദ്രസയിൽ പോണ്ടേ എഴുന്നേൽക്കുക എന്നുള്ളത് നമ്മള് വെള്ളി വേഗം എഴുന്നേക്കും എന്നുള്ളത്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ വെള്ളം കോരി വെച്ചിട്ട് എണീപ്പിക്കും എന്നുള്ളത് എണീക്കാൻ പറയുന്നത്. മടിയുള്ളതുകൊണ്ടേ അവനക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ഹസ്ബൻഡും നമ്മളും കൂടെ സംസാരിച്ചാൽ അതിന് റിപ്ലൈ തരാനായിട്ട് എണീക്കും. അപ്പൊ നല്ല ഉന്മേഷത്തോടെ എണീക്കും. എന്നാ നിങ്ങൾ എല്ലാ ദിവസവും അങ്ങനെ സംസാരിച്ചു നോക്കി രാവിലെ. അപ്പൊ നല്ല ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അതിനെ കുറിച്ച് ബാക്കി സംസാരിക്കാന്നുള്ള നിലക്ക് ഉറക്കച്ചോവൊന്നും ഉണ്ടാവില്ല. പിന്നെ അപ്പൊ പിന്നെ അങ്ങനെ യൂസ് ചെയ്യുന്ന പാരന്റ്സ് ഉണ്ടാവും. മക്കളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ തന്നെ എണീക്കുന്ന പറഞ്ഞ് വിളിക്കേണ്ട ആവശ്യം ഇല്ലാത്ത, അഥവാ ഇപ്പൊ ഇവര് ഇപ്പൊ ലാസ്റ്റ് ഞാൻ പേര് ശ്രദ്ധിക്കാൻ പറ്റും, ആള് ഷെയർ ചെയ്ത കാര്യം ശരിയാണ്. മക്കൾ എല്ലായ്പ്പോഴും ഇങ്ങനെ പറഞ്ഞു തന്നെ നന്നാക്കണം എന്നില്ലല്ലോ, അല്ലെങ്കിൽ പറഞ്ഞ് നന്നാക്കണം എന്നില്ലല്ലോ. പല ടെക്നിക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്യിപ്പിക്കാൻ എന്നുള്ളത്. അപ്പം മക്കള് വിളിക്കുന്ന സമയത്ത് മദ്രസയിൽ പോകാൻ വേണ്ടി എണീക്കുന്നതിന് പകരം സുബഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് സമയം കുറച്ചുകൂടി ഉണ്ട് എഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ്. നമ്മള് പാരന്റ്സിന്റെ റുട്ടീൻ എങ്ങനെ, അതുപോലെ നമ്മളെ മക്കള്, ഇപ്പൊ നമ്മളെ മക്കൾ അങ്ങനെയാ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞാല് നമ്മൾ എങ്ങനെ അതിന്റെ ഒരു കോപ്പി ആയിട്ടായിരിക്കും നമ്മളെ മക്കള് വരിക എന്നുള്ളത് സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ് കേട്ടോ. ഒരു കഥ പറയാറുണ്ട്. യൂസ്ഫുൾ ആണ് ആ കാര്യം. കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആവും. നമ്മൾ അങ്ങനെ ഉപയോഗിച്ചാലേ, യൂസ് ചെയ്താലേ കുട്ടികൾക്ക് അത് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. അത് എണീക്കാനും ബാക്കിയുള്ളവർക്ക് കൂടി ഹെൽപ്പായി. നിങ്ങൾ ആ ഒരു കാര്യം ഷെയർ ചെയ്തത് ബാക്കിയുള്ളവർക്ക് കൂടി ഉപകാരം. ഇപ്പൊ മോനെ അൽഹംദുലില്ലാ ഇവിടെ മമ്പ്രോ ഹിഫ്ദ് കോളേജിലാണ്. 9 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ ഉസ്താദ് പറയും വിളിച്ച ഉടനെ ഫസ്റ്റ് എണീക്കൽ അവനാണ്. ഇവിടുന്ന് എണീക്കാൻ മടിയുള്ള കുട്ടികൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുട്ടികൾക്ക് അതിങ്ങനെ ഇൻട്രസ്റ്റ് ആയി വരും എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു ഉമ്മ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ടല്ലേ ഉസ്താദിന്റെ ആ ഒരു സംസാരങ്ങൾ കണ്ടിട്ടുണ്ടാകുക. അതൊരു വിജയം തന്നെയല്ലേ. മക്കളെ സുബഹിന്റെ നേരത്ത് ഏറ്റവും നന്നായിട്ട് ഏറ്റവും വേഗതയിൽ എണീക്കുന്ന ഉസ്താദ് പറഞ്ഞാൽ പിന്നെ അതിലും വലിയൊരു പ്രശംസ ഉമ്മാക്ക് എന്താ കിട്ടാനുള്ളത്. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ സക്സസ് ആയി എന്നുള്ളത്. അപ്പൊ ബാക്കിയുള്ളവർക്കും കൂടി ആ ഒരു കാര്യം ഉപയോഗിക്കാം എന്നുള്ളതാണ്, ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യും. അപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ എന്റെ കാര്യം ആലോചിക്കുന്നത്. അവര് പറഞ്ഞത് എന്താ കറക്റ്റ് മനസ്സിലായി? എന്താണെന്ന് വെച്ചാല് ചെറിയ കുട്ടിയല്ലേ. അപ്പൊ ഇപ്പൊ മോനെ 9 വയസ്സാവുന്ന മുന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യമാണ് മമ്പറത്തേക്ക് പോയത്. നമ്മളെ ദാറുൽഹുദന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് 3ാം ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പൊ നമ്മൾ അവർക്ക് മസില് അങ്ങനത്തെ ഒക്കെ ആൺകുട്ടികളാവുമ്പോ ഇഷ്ടം ഉണ്ടാവുക. അപ്പൊ മസില് വളരുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അവന് മോണ്ടിസോറിയാണ് പഠിച്ചിരുന്നത്. അപ്പൊ ആ മോണ്ടിസോറിയിൽ അന്ന് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളോ അപ്പൊ മാമിനോട് പറയേണ്ട കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ വെറുതെ അവനോടല്ലാത്ത പോലെ നമ്മളെ ഹസ്ബൻഡും വൈഫും സംസാരിക്കുമ്പോൾ അതിന് റിപ്ലൈ തരാനായിട്ട് അവർ എണീക്കും. അപ്പൊ മാം ഇന്ന് ഇതാണ് പറഞ്ഞത്, അപ്പൊ മാമിനോട് ഇത് പറയണം, അല്ലെങ്കിൽ മസിൽ വളരാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പൊ പാല് തീരെ കുടിക്കാത്ത കുട്ടിയാണെങ്കിൽ അതിലൂടെ പാല് കുടിക്കും. അപ്പൊ ആ മസിൽ വളരാന്നുള്ളതാണ് സംഭവം. അവരെ സംബന്ധിച്ച് മസിൽ ഇതാക്കുക എന്നുള്ളതാണ്. അപ്പൊ കുട്ടി അറിയാതെ ആ ഉറക്കത്തിന്റെ ഷോക്കെ മാറും. അപ്പൊ നമ്മള് പതുക്കെ ബാത്റൂമിന്റെ അവിടേക്ക് ഇങ്ങനെ കൂട്ടി കൊണ്ടുപോയിട്ട് ഇനി ഒന്നെടുത്ത് നിസ്കരിച്ചാളിന്ന് പറഞ്ഞാൽ പതുക്കെ അത് അറിയാതെ ചെയ്യും. അതേസമയം നമ്മൾ ഇങ്ങനെ വിളിക്കുമ്പോ അത്ര അങ്ങോട്ട് എഫക്റ്റീവ് ആവൂല കുട്ടികള്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ കഴിഞ്ഞ വർഷം 1ാം റാങ്കോട് കൂടിയിട്ട് പിന്നെ ഇന്റർവ്യൂ പാസ്സായി. എല്ലാവർക്കും ഉപകാരമാവുന്നതെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ. അപ്പം നമ്മളെന്താ പറഞ്ഞ മക്കളെ വിളിക്കുന്ന സമയത്ത് ആ ഒരു കാര്യം യൂസ് ചെയ്യും. നമ്മളെ റുട്ടീൻ എന്തോ അതുപോലെയൊക്കെ നമ്മുടെ മക്കളുടെ റുട്ടീൻ എന്നുള്ളത്. ഒരു കഥ പറയാറുണ്ട്, ഒരു പാടവരമ്പത്തൂടെ ഒരു ഉപ്പയും മകനും യാത്ര ചെയ്യാണ്. ഒരു ഉപ്പയും മോനും പാടവരമ്പത്തൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഉപ്പ പറയുന്നുണ്ട് മോനോട്, സാധാരണ ഒരു ഉപ്പ പറയാറുള്ളത് പോലെ, മോനെ സൂക്ഷിച്ച് നടക്കണേ, നമുക്കറിയാലേ ചെറിയ വരമ്പായിരിക്കും, അപ്പൊ താഴെ വീണാല് ചെളി പുരളും, അതുകൊണ്ട് മോനെ ശ്രദ്ധിക്കണേ, താഴെ വീഴാതെ നടക്കണേ എന്നുള്ളത് പറയുന്ന സമയത്ത് ഈ മോൻ ഉപ്പാനോട് പറയുന്നുണ്ട്, ഉപ്പ ഞാനല്ല ശ്രദ്ധിക്കേണ്ടത്, പകരം നിങ്ങളാണ്. അത് ഉപ്പാനോട് തർക്കിച്ചതോ കാര്യമൊന്നും അല്ല, മകൻ ഒരു കാര്യം പറഞ്ഞു വെച്ചതാണ്. എന്താ,
ഉപ്പ എവിടെയാണോ ചവിട്ടി നടക്കുന്നത് ആ ഉപ്പാന്റെ കാൽപാദം ചവിട്ടിയിട്ടാണ് ഞാൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനല്ല ശ്രദ്ധിക്കേണ്ടത് ഉപ്പയാണ് എന്നുള്ളത്. ഉപ്പ നമ്മൾ ചെറിയ പ്രായത്തിൽ ഓർമ്മയുണ്ട്, ഉപ്പ ഇങ്ങനെ നടന്നപ്പോ ഉപ്പാന്റെ ചെരുപ്പിന്റെ ആ ഒരു വലിയ കാലടിയുള്ള ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ കാല് വെച്ച് മുന്നോട്ട് പോയത്. അതുപോലെ ഒരു ഉപ്പ എങ്ങനെ ശ്രദ്ധിച്ചു പോയാൽ ഉപ്പാന്റെ ആ ഒരു കാലടിയിൽ നോക്കി, പാരന്റ്സിന്റെ കാലടിയിൽ നോക്കിയിട്ടാണ് മക്കൾ പുറകെ വളർന്നു വരുന്നത്. അപ്പൊ നമ്മുടെ ഒരു റുട്ടീൻ എങ്ങനെ, നമ്മൾ ഒരു ദിവസത്തെ രാവിലെ നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ച് സെറ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ പോയാൽ നമ്മളെ മക്കളടുത്ത് പറയുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. കാരണം അവര് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ കണ്ടിട്ടാണ് ഒരു കാര്യം പഠിക്കുക എന്നുള്ളത്. നമ്മളൊരു കാര്യം മക്കളെ പറഞ്ഞു നന്നാക്കാൻ നോക്കുകയാണെങ്കിൽ 20% മക്കളിൽ മാറ്റം ഉണ്ടാക്കും എന്നുള്ളതാ. നേരെ മറിച്ച് നമ്മളത് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്, ഇങ്ങനെ രാവിലെ നേരത്തെ എണീറ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന രീതിയിൽ. അപ്പൊ അവരൊക്കെ അത് കണ്ട് മനസ്സിലാക്കുന്ന സമയത്ത് അത് 80% മക്കളിൽ മാറ്റം ഉണ്ടാക്കും എന്നുള്ളത്. അപ്പൊ ഒരു പാരന്റ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് മക്കള് നമ്മുടെ റുട്ടീന് റെഡിയാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ കൂടി അവിടെ സെറ്റ് ആയി വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്, റമദാനിലെ ഇന്നത്തെ ഈ ഒരു ദിവസം ഒരു മാറ്റത്തിന്റെ ദിവസം ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം തുടക്കം നന്നാക്കിയാൽ നമ്മുടെ ജീവിതം മാറും എന്ന് നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞു വെച്ചു അല്ലെ. പക്ഷെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതം മാത്രമല്ല, നമുക്ക് നമ്മുടെ മക്കളുടെ ജീവിതം കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ കൊണ്ട് സാധിക്കും എന്നുള്ളത്. ഇങ്ങനെ പറയും, എ വെൽ ബിഗിനിങ് ഈസ് ഹാഫ് ഡൺ എന്ന് പറയാറുണ്ട്. ഒരു നല്ല തുടക്കം ഒരു കാര്യത്തിന്റെ പകുതി പൂർത്തിയാക്കിയത് പോലെയാണ്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി ആ ഒരു കാര്യത്തിന്റെ തുടക്കം നന്നായാൽ ആ ഒരു കാര്യത്തിന്റെ പകുതി നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കതിൽ ചെയ്യാനുള്ളൂ എന്നുള്ളത്. ഓക്കെയാണ്, അത് ക്ലിയർ ആയോ? ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഒരു നല്ല തുടക്കം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതം തന്നെ നന്നാക്കാൻ വേണ്ടി നമുക്ക് ഓരോ ദിവസവും നന്നാക്കേണ്ടതായിട്ടുണ്ട്. ആ ദിവസം നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ദിവസത്തിന്റെ രാവിലെ ഒരു ഫസ്റ്റ് ഭാഗം നന്നാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. ഇനി വിഷ്വലൈസേഷൻ ഒന്നുകൂടി പറഞ്ഞുതരുമെന്ന് ചോദിക്കുന്നു. വിഷ്വലൈസേഷൻ മീൻസ് നമ്മൾ ആഗ്രഹിക്കുന്ന ആ കാര്യത്തിനെ സാധിച്ചതായിട്ട് നമ്മൾ മനസ്സിൽ കാണുക എന്നുള്ളത്. ആ ഒരു കാര്യം നടന്നു എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലതിനെ കാണുക. ഈവൻ നമ്മളൊരു എക്സാമിന് ഇത്ര മാർക്ക് സ്കോർ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന ആഗ്രഹിക്കുന്നതെങ്കിൽ, അപ്പൊ +2 എക്സാമിന് ഫുൾ A+ വാങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാനത് വിഷ്വലൈസ് ചെയ്യുക. കുറച്ച് മുമ്പേ തന്നെ വിഷ്വലൈസ് ചെയ്ത് തുടങ്ങും. എക്സാം എഴുതി കഴിഞ്ഞിട്ട് വിഷ്വലൈസ് ചെയ്യില്ലല്ല, അതിന് മുമ്പ് തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. എക്സാമിന്റെ റിസൾട്ട് വരുന്നു, എല്ലാവരും റിസൾട്ട് നോക്കുന്നു, എനിക്കത് ഫുൾ A+ കാണുന്നു, എല്ലാവരും എന്നെ അഭിനന്ദിക്കുന്നു, പായസം വെക്കുന്നു, എല്ലാവരും എനിക്ക് ഗിഫ്റ്റ് തരുന്നു. ഈ കാര്യങ്ങളൊക്കെ ആ ഒരു റിസൾട്ടിന്റെ ആ ഒരു ഫോർമാറ്റ്, 6 വിഷയങ്ങൾക്ക് നേരെയുള്ള ആ ഒരു A+ മാർക്ക്, ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിത്രീകരിക്കുക. നമുക്ക് ഉണ്ടായതുപോലെ നമ്മൾ അതിനെ ചിത്രീകരിക്കുക എന്നുള്ളത്. ഓക്കെ, മിറാക്കിൾ മോർണിംഗിന്റെ ഓഥറിന്റെ പേര് സ്പെല്ലിംഗ് അടക്കം എഴുതിയെടുത്തോ. HAL ഹാൽ, ELROD എൽറോഡ്, ഹാൽ എൽറോഡ് എന്നാണ് മിറാക്കിൾ മോർണിംഗിന്റെ ഓഥറിന്റെ പേര്. ഓക്കെ, പിന്നെ നമ്മൾ കുറച്ച് മുന്നേ ഒരു ചോദ്യം പറഞ്ഞു വെച്ച് ഉത്തരം അവസാനത്തിൽ പറയാന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ ആരും ഓർമ്മിപ്പിക്കാത്തതുണ്ട് ഞാൻ പറയാന്. ആരെങ്കിലും ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ മിസ് ഒരു ചോദ്യം എന്തായിരുന്നു നേരത്തെ ചോദ്യം? എന്താ നമ്മൾ ചോദിച്ച ചോദ്യം? ഫ്രണ്ട്സിന് കൊടുക്കാൻ പറ്റിയ നമ്മുടെ ഫ്രണ്ടിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് ഇംഗ്ലീഷിലും മലയാളത്തിലും അവൈലബിൾ ആണ് കേട്ടോ. മിറാക്കിൾ മോർണിംഗ് ട്രാൻസ്ലേഷൻ ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമ്മുടെ ഫ്രണ്ടിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താന്നുള്ളത് എന്താണ്? ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഒരുപാട് കാര്യങ്ങൾ മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ചല്ല, കുറച്ചധികം കാര്യങ്ങൾ ഞാൻ പറയാണ്. നമുക്ക് നമ്മുടെ സുഹൃത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഫോർഗീവ്നെസ് ആണ്. ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളത് അല്ലെ. ക്ഷമിച്ചു കൊടുക്കുക. ആലോചിച്ച് നോക്കുക, ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്സ് ആണ്, എന്റെ ഏറ്റവും വലിയ ചങ്ങായിയാണ് നമുക്ക് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ മനസ്സിന്റെ ഉള്ളില് ചെറിയൊരു ഇടങ്ങേറ് എന്നുവെച്ചാൽ കഴിഞ്ഞ വർഷം ആ ഒരു റമദാന്റെ തുടക്കത്തില് ഓൻ എന്നോട് ഇങ്ങനെ ചെയ്തില്ല, അല്ലെങ്കിൽ ഓള് പിന്നെ നോമ്പുറക്ക് ക്ഷണിച്ചിട്ട് വരണ്ടാത്ത കോലത്തിലായിരുന്നു ക്ഷണിച്ചത്. അങ്ങനെയൊക്കെ നമ്മള് ചിന്തിക്കുക. അത്ര മതി നമുക്ക്. ക്ഷണിച്ചീനു, നോമ്പുറക്ക് ക്ഷണിച്ചീനു, പക്ഷെ വരണ്ടാത്ത കോലത്തിലായിരുന്നു ക്ഷണിച്ചത്. അപ്പൊ ഓക്ക് എന്നോട് എന്തോ ഉണ്ട്.
അത് മാത്രം എനിക്ക് ഒരു മനസ്സിൽ നിന്ന് അങ്ങ് പോകുന്നില്ല. ആ ഒരു ഇടങ്ങാറ്, ആ ഒരു രീതിയിൽ വെച്ചാല് എന്തേലും ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷെ നമുക്കത് പുറത്തു കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ട്. നമ്മുടെ ഏറ്റവും വലിയ ഉറ്റ സുഹൃത്തായിരിക്കും, നമുക്ക് എല്ലാ ഹെൽപ്പും ചെയ്തിരുന്നുണ്ട്, നമ്മൾ അങ്ങോട്ടും എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഒരുപക്ഷെ കൈ പിടിക്കാൻ ഒരു ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തൊക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് കാര്യങ്ങളിടയിൽ ഫ്രണ്ട്സിന്റെ അടുത്ത് മാത്രമല്ല പാർട്ട്നേഴ്സിന്റെ ഇടയിലും ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുകയാണ്, ചില ആൾക്ക് നമ്മൾക്കൊക്കെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്, നമ്മളെ പാർട്ട്നേഴ്സ് നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ ഈ കമന്റിനനുസരിച്ചിട്ട് റിപ്ലൈ ചെയ്യാനായിട്ടാ, ഞാൻ മുന്നേ കണക്കാക്കിയില്ല, കമന്റിനനുസരിച്ച് റിപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മുടെ പാർട്ട്ണറും നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ ആവാം. അപ്പൊ പാർട്ട്നേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഉമ്മാന്റെ അടുത്ത്, ഉമ്മമാരോട് ദേഷ്യം വെച്ച് നടക്കുന്ന മക്കളൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്, ഉമ്മമാർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആളടുത്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ വിചാരിക്കുക പെരുന്നാളാകുമ്പോൾ ഒരു മാക്സി എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സക്കാത്ത് 27 ആകുമ്പോൾ കുറച്ച് പൈസ കൊടുക്കുക, അല്ലെങ്കിൽ ഉമ്മാക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക, എന്നത് കാര്യങ്ങളൊക്കെ. പക്ഷെ എത്രയോ മക്കളെ കണ്ടിട്ടുണ്ട് ഉമ്മാനോട് ചെറിയൊരു മനസ്സിലൊരു വിരോധം, അല്ലെങ്കിൽ ഏതോ ഒരു കാര്യത്തിന്, ഏതോ ചെറിയ പ്രായത്തിൽ ഏതോ ഒരു കാര്യത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായി, അപ്പൊ അത് മനസ്സിൽ വെച്ച് കിടക്കുന്ന ആളുകളൊക്കെ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഫോർഗീവ്നെസ് ആണ്, ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നിരുപാധികം ക്ഷമിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇന്ന കണ്ടീഷൻ വെച്ചിട്ടല്ല, എന്നോട് പുറക്കല് തേടാണെങ്കിൽ, എന്നോട് മോളെ പൊരുത്തപ്പെട്ടു തരണം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ എടി റമദാനൊക്കെ എല്ലാം പൊരുത്തപ്പെടാൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പുറത്തു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ വെച്ചിട്ടാണ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഞാൻ പുറത്തു കൊടുക്കാം. ആ ഒരു രീതിയിലല്ല. പകരം ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, ഞാൻ ക്ഷമിച്ചു കൊടുത്താൽ അത് അവൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം ചെയ്യും, ഞാൻ ക്ഷമിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് എന്റെ മൈൻഡ് കൂടുതൽ ഫ്രീ ആവാനും ക്ഷമയുടെ ആ ഒരു പ്രതിഫലം എനിക്ക് ലഭിക്കാനും അതിലൂടെ എനിക്ക് സ്വർഗം ലഭിക്കാനും കാരണമാവുന്നുള്ള ആ ഒരു ഡിമാൻഡ് വെക്കാം. ആ ഒരു ഡിമാൻഡിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു ദുനിയാവിലൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലാതെ നമുക്കത് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ഫ്രണ്ടിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപഹാരം അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം തുടക്കത്തിൽ വന്ന ഉത്തരങ്ങളിൽ ഒരുപാട് കുറച്ചുകൂടി ഹൈലി എലവേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് ഇനിയിപ്പോ ഇത് പറയുന്നത് നിങ്ങളതെങ്ങനെ എടുക്കാന്നുള്ളത്. പക്ഷെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റി, നിങ്ങളത് ഉൾക്കൊള്ളുന്നത് മനസ്സിലാക്കാണ്. ക്ഷമിച്ചെടുക്കുക എന്നുള്ളതാണ്. ആരോടും വെറുപ്പും വിദ്വേഷവും ഒന്നും വേണ്ട. ഇതൊക്കെ മനസ്സിൽ വെക്കുന്ന സമയത്ത് ക്ഷമ ഈമാന്റെ പകുതിയാണ് എത്രത്തോളം ആപ്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നമ്മൾ ക്ഷമിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡ് ഫ്രീ ആവുന്നു. അതാണ് അള്ളാഹു അതിലൂടെ ഉദ്ദേശിച്ചത് എന്നുള്ള ആ ഒരു ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ ആർക്കും ക്ഷമിച്ചു കൊടുക്കാനുള്ള ഒരു മെന്റാലിറ്റി നമുക്ക് ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ. ആ മനസ്സിൽ വിദ്വേഷം വെക്കുന്ന സമയത്ത് മനസ്സിങ്ങനെ ഭയങ്കര കുടിസായ, ഇപ്പൊ കമന്റ് പറഞ്ഞ കുടിസായ, അല്ലെങ്കിൽ ഒരു ഭയങ്കര റെസ്ട്രിക്റ്റഡ് ഫീലിംഗ്, ഒരു ഒന്നിനും ഒരു മനസ്സ് വിശാലത ഇല്ലാത്ത ഒരവസ്ഥ, ആ ഒരു അവസ്ഥയിലേക്ക് നേരെ പുറത്തു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് ഫ്രീ ആകാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഫോർഗീവ്നെസ് ആണ് നമ്മുടെ ഏറ്റവും പ്രേമുള്ള ആൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. കൂടെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡും കൂടി കൊണ്ടു നടക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് മീൻസ് നമുക്ക് മറ്റുള്ളവർ ചെയ്തു തന്നിട്ടുള്ള ഉപകാരങ്ങൾക്ക് നമ്മൾ നന്ദി പറയുക, നമുക്ക് അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള ഉപകാരങ്ങൾക്ക് നമ്മൾ നന്ദി പറയുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മൾ നല്ല വ്യക്തിത്വത്തിന് ഉടമ കൂടി അവിടെ ആയി തീരുകയാണ്. ഓക്കെ. ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി എന്ന് വിചാരിക്കുകയാണ്. 11:30. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മാഷാഅല്ലാഹ്. കമന്റൊക്കെ കാണുമ്പോൾ നിങ്ങൾ അത് ഉൾക്കൊണ്ടു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ഓരോ കാര്യങ്ങളും നിങ്ങൾ ആ ഒരു ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി എന്നുള്ളത് വിചാരിക്കാം. അസ്സലാമു അലൈക്കും. ഓക്കെ. വഅലൈക്കും അസ്സലാം. അൽഹംദുലില്ലാ. ഏതായാലും ഇത്രയും സമയം മെനക്കെട്ട് നമുക്ക് ഈ ക്ലാസ് എടുത്തു തന്നതിൽ വളരെയധികം അനുഗ്രഹിക്കുന്നു. പഠിച്ചോ നമുക്ക് എന്നും ഈ ക്ലാസ് നിലനിർത്തി തരാൻ അതായത് ക്ലാസ് എടുത്തു തരാനും നമ്മളെ പോലുള്ള ഒരാൾക്ക്, കാരണം ഒരുപാട് അറിവുകൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചറിവ് ശരിക്കും മനസ്സിലാക്കാൻ ഓരോ കാര്യങ്ങളും അറിഞ്ഞു കിട്ടി. അതന്നെ അൽഹംദുലില്ലാ. ഈ ഒരു റമദാൻ മാസത്തിന്റെ പുണ്യം കൊണ്ട് നമ്മള് 1 മണിക്കൂർ ഇരുന്നതിൽ വളരെയധികം നമുക്ക് സന്തോഷവും സമാധാനമായി. കാരണം നമുക്ക് ജീവിതത്തിലേക്ക് ഒരുപാട് പകർത്താൻ കഴിഞ്ഞ്. അൽഹംദുലില്ലാ. നമ്മളെ ജീവിതത്തിലേക്ക് എന്നും പഠിച്ചോ നിലനിർത്തി തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ റമദാൻ കൊണ്ട് വിജയിച്ച ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഏവരും ഉൾപ്പെടുത്തുമാറാകട്ടെ. നിങ്ങൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. ബാക്കി ഇനി ഒരു 5 ദിവസം കൂടി നമുക്ക് ഭാഗ്യമുണ്ട്. 5 ദിവസം കൂടി നമുക്ക് ഇങ്ങനത്തെ ക്ലാസ്സുകളിൽ അടക്കമുള്ള കുറച്ച് ആളുകൾ 5 പേര് അടങ്ങുന്ന ക്ലാസ് നമുക്ക് കേൾക്കാനുണ്ട്.
അപ്പൊ എല്ലാവരും തന്നെ ആ ഒരു അവസരം ഉപയോഗപ്പെട്ടു. അതുപോലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അവർ ഒരുപാട് നന്മ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നത് അവരെ അള്ളാഹു ഉയർച്ചയിൽ എത്തിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ദുആ വസീയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.